പ്രൈസലോ കർത്താവിൻ്റെ അതിപരിശമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഇന്നത്തെ സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക വാഴ്ത്തുക ചെയ്യുന്ന വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ സ്നേഹവന്ദനം. അല്പസമയത്ത് ദൈവത്തിന്റെ ചിന്തയ്ക്ക് ദൈവജന ഭാഗം വായിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 36-ാം വാക്യം. അതിന് അവൻ യജമാനനെ അവൻ ആരാകും, ഞാൻ അവനിൽ വിശ്വസിക്കാം എന്ന് ഉത്തരം പറഞ്ഞു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു. ചിന്തിക്കുന്ന വചനം എന്ന് പറയുന്നത് യജമാനനെ അവൻ ആരാകുന്നു, ഞാൻ അവനിൽ വിശ്വസിക്കാം എന്ന് പറഞ്ഞു. ഇത് പറയുന്നത് പിറവിയിലെ കുരുടനായിരിക്കുന്ന മനുഷ്യൻ യേശുവിന്റെ അരികിൽ വന്ന് യേശുവാനോട് സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞ വാക്കാണ് നാം വായിച്ച ദൈവവചനം എന്ന് പറയുന്നത്. അപ്പൊ യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം എന്ന് പറയുന്നത് പിറവിയിലെ കുരുടനായ മനുഷ്യനെ നമുക്കവിടെ കാണാൻ കഴിയും. യേശു ശിഷ്യന്മാരും അവരെ കണ്ടതു മുതൽ ധാരാളം ചോദ്യങ്ങൾ ആമേനല്ലേ ഈ മനുഷ്യൻ മുഖാന്തരം യേശുക്രിസ്തുവിനെ ഉയർന്നു വന്നു. പുതിയ നിയമം മുഴുവനും മൊത്തം ഏകദേശം 1022 ചോദ്യങ്ങൾ ഉണ്ട് എന്ന് ഒരു വേദ പഠിതാവ് രേഖപ്പെടുത്തിയിരിക്കുന്നതിന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ 1022 ചോദ്യങ്ങൾക്കകത്ത് ഈ ഒരു മനുഷ്യന് മേൽ 11 ചോദ്യങ്ങളാണ് ഉയരുന്നത്. ഈ കുരുടനായ മനുഷ്യന്റെ സൗഖ്യ മുഖാന്തരം 11 ചോദ്യങ്ങൾ ഉയരുകയാണ്. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം എന്ന് പറയുന്നത് ഹല്ലേലൂയ അനേക കുരുടന്മാരെ കർത്താവ് സൗഖ്യമാക്കിയിട്ടുണ്ടാകാമെങ്കിലും ഹല്ലേലൂയ അവ ഈ 4 സന്ദർഭം മാത്രമേ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അതിലൊന്ന് മത്തായി സുവിശേഷം 9-ാം അധ്യായം 27 മുതൽ 31 വരെ പറയുന്ന 2 കുരുടന്മാരും, മർക്കോസ് സുവിശേഷം 8-ാം അധ്യായം 22 തൊട്ട് 26 പറയുന്ന ബേത്സയിലെ കുരുടനും, യോഹന്നാൻ 9-ൽ പറയുന്ന പിറവിയിലെ കുരുടനും, മത്തായിയും മർക്കോസും രേഖപ്പെടുത്തിയിരിക്കുന്ന കുരുടൻ എന്ന വ്യർത്ഥമായി ഹല്ലേലൂയ. ഈ 4 കുരുടന്മാരുടെ സൗഖ്യത്തെക്കുറിച്ചും അതിന്റെ പശ്ചാത്തലമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേൽ വരുന്ന ആശയം പുറപ്പാട് പുസ്തകം 20-5 ഹല്ലേലൂയ സംഖ്യാപുസ്തകം 14-17 വായിക്കാൻ കഴിയും. മറ്റുള്ളവർക്ക് കഷ്ടതകൾ വരുമ്പോൾ അത് ദൈവശിക്ഷയായിരിക്കും എന്ന് പലരും പറയുമെങ്കിലും തങ്ങളുടെ കാര്യത്തിൽ അത് കണക്കിലെടുക്കുന്നില്ല. എന്നാൽ അത് കണക്കിലെടുക്കുകയും ദൈവം ഇതിൽ നിന്നും നാം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളെ വെളിപ്പെടുത്തുകയും ചെയ്യാം. ഒരു കുടുംബത്തിൽ ഉണ്ടാകുന്ന കുട്ടിക്ക് അല്ലെങ്കിൽ അവിടെ ജനിക്കുന്ന കുട്ടിക്ക് എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടായാൽ നാം പറയുന്നത് പാരമ്പര്യമായിട്ട് പിതാക്കന്മാർ മുഖാന്തരം വന്നതെന്ന് പറയും. അവൻ അല്പം പ്രായം അതിന് ശേഷമാണ് എന്തെങ്കിലും വൈകല്യങ്ങൾ വരുന്നെങ്കിൽ പറയാം അവന്റെ കയ്യിലിരിപ്പ് ഉണ്ടാകുന്നു. അതാണ് ഇന്നത്തെ ലോകം. എന്നാൽ പിറവിയിലെ കുരുടൻ അല്ലെങ്കിൽ അവനെ കുറിച്ച് യേശു പറയുന്നത് അവൻ കുരുടനായി ജനിക്കുവാൻ കാരണം അവന്റെ അമ്മയും അപ്പനുമല്ല, പാരമ്പര്യ ശാപമൊന്നും. പിന്നെന്താണ്? ദൈവനാമം മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ട്, ദൈവനാമം ഭൂമിയിൽ മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ട് അവന്റെ ജനനത്തിൽ തന്നെ അവൻ പിറവിയിൽ തന്നെ കുരുടനായി ജനിച്ചതാണ്. ഹല്ലേലൂയ. അപ്പം ദൈവവചനം പറയുന്നത് തന്നെയാണ്. ഇവൻ കുരുടനായി ജനിക്കാൻ കാരണം ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തുകൊണ്ടല്ല, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാൻ അവസരമുണ്ടാകാൻ വേണ്ടിയാണെന്ന് യേശു പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. 9-ാം അധ്യായം 1 തൊട്ട് വാക്യം വായിക്കുമ്പോൾ അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. ശിഷ്യന്മാർ അവനോട്, റബി, ഇവൻ കുരുടനായി പിറതക്കവണ്ണം ആർ പാപം ചെയ്തു, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. അതിന് യേശു, അവനെങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടില്ല, ദൈവപ്രവൃത്തി അവൻ വെളിവാകേണ്ടത്. എന്നിട്ട് യേശു പറഞ്ഞു, എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം ഹല്ലേലൂയ നാം ചെയ്യേണ്ടതാണ്, ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു എന്ന് യേശു പറയാം. അപ്പൊ നാം പകൽ ഉള്ളിടത്തോളം കാലം അവന്റെ പ്രവൃത്തി ചെയ്യുക എന്ന് പറഞ്ഞാൽ പകൽ ഉള്ളിടത്തോളം എന്ന് പറയുന്നത് ജീവിതകാലം മുഴുവൻ എന്ന ആശയത്തിലാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ജീവിതകാലം കഴിഞ്ഞാൽ പിന്നെ പ്രവർത്തിപ്പാൻ കഴിയില്ല. യേശു ലോകത്തിന്റെ വെളിച്ചമാണെന്ന് അടുത്ത വാക്യം രേഖപ്പെടുത്തുക. അപ്പം യോഹന്നാന്റെ സുവിശേഷം 9-5 വായിക്കും പറയുന്നുണ്ട്, ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ യേശു ലോകത്തിന്റെ വെളിച്ചമായി ഭൂമിയിലേക്ക് വന്നു പിറവിയിലെ കുരുടനായിരിക്കുന്ന മനുഷ്യന്റെ കണ്ണിന്റെ ആ കുരുട് മാറ്റി കാണിച്ചു കൊടുത്തത്
വെളിച്ചമായി ക്രിസ്തുവാണ്. അതുവരെ അവൻ പിറവിലെ കുരുടനായിരുന്നു. അവന്റെ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങളോ അവന്റെ കുടുംബത്തിലുള്ള ആളുകളെയോ അവന്റെ മാതാപിതാക്കളെയോ അവന്റെ സഹോദരങ്ങളെയോ ബന്ധുമിത്രാദികളെയോ അവൻ വസിച്ചു പോകുന്ന സമൂഹത്തെയോ അവന്റെ മതത്തെയോ നേതാക്കന്മാരെ ആരും കാണാതെ, ലോകത്തിൽ യാതൊന്നും കാണാതെ ഇരുളടഞ്ഞ അവന്റെ ജീവിതം വളരെ കഷ്ടതയും ദുസ്സഹമായ അനുഭവത്തിൽ നിന്ന് വെളിച്ചമായ ക്രിസ്തു അല്ലെങ്കിൽ അവന്റെ ജീവിതത്തിലേക്ക് വെളിച്ചമായി വന്നപ്പോൾ അവന്റെ കണ്ണുകൾ തുറന്നു എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയ മാതാവി, പിതാവി, എന്നെ കേൾക്കുന്ന ശ്രോതാവി, നിന്റെ ജീവിതത്തിനകത്ത് ഇരുളടഞ്ഞ അനുഭവമാണെങ്കിൽ, ആമി കുരുട് പോലെ, ആമി പിറവിലെ കുരുടനായവനെ പോലെ നീ ആ ഒരു അനുഭവത്തിലാണ് കടന്നു പോകുന്നെങ്കിൽ, വെളിച്ചമായ ക്രിസ്തുവിന്റെ ജീവിതത്തിൽ പ്രകാശിക്കുവാൻ ഒരു അവസരം കൊടുത്താൽ അല്ലേരിയ നിന്റെ ജീവിതത്തിന്റെ സകല ഇരുളുകളും ദൈവം മാറ്റിത്തരും. ഇന്ന് നീ വളരെ ഇരുളിനെ നേരിടുന്ന അനുഭവമാണ്. ഇരുളിന്റെ അനുഭവത്തിലാണ് നിങ്ങൾ നിങ്ങളുടെ കുടുംബവും കടന്നു പോകുന്നത്. അതിനാൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയും തൂത്, ലോകത്തിന്റെ വെളിച്ചമായിരിക്കുന്ന യേശു ക്രിസ്തു നിന്റെ കുടുംബത്തിൽ വസിക്കുവാൻ നീ നിന്റെ കുടുംബത്തെ തുറന്നു കൊടുക്കുമ്പോൾ, ഭവനം തുറന്നു കൊടുക്കുമ്പോൾ, നിങ്ങളുടെ മക്കളെ നിങ്ങളെ അതിനുവേണ്ടി സമർപ്പിച്ചു കഴിയുമ്പോൾ, പാരമ്പര്യമായിട്ട് നിൽക്കുന്നതായിരുന്നാലും ആമെ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടിയിട്ടുള്ള ആമെ പ്രതിസന്ധികളായിരുന്നാലും അതിനകത്ത് ദൈവം ഒരു അത്ഭുതം ചെയ്യും. അപ്പൊ ഈ പിറവിയിലെ കുരുടന് കൊടുക്കുന്ന സൗഖ്യം എന്ന് പറയുന്നത് മറ്റ് എല്ലാ കുരുടന്മാർക്കും കൊടുത്തതിനേക്കാൾ വ്യത്യസ്തമായ ഒരു നിലയിലുള്ള സൗഖ്യമാണ്. എന്താണ് അങ്ങനെ പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ യോഹന്നാൻ 9-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി ചേറ് അവന്റെ കണ്ണിന്മേൽ പൂശി, നീ ചെന്ന് ശീലോഹാം കുളത്തിൽ കഴുകുക എന്ന് അവനോട് പറഞ്ഞു. ശീലോഹാം എന്നതിന് അയക്കപ്പെട്ടവൻ എന്നർത്ഥം. അപ്പൊ യേശു മറ്റുള്ളവരെയൊക്കെ സൗഖ്യമാക്കിയതിനേക്കാൾ വ്യത്യസ്തമായ രീതിയിൽ നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം 1-ാം വാക്യം വായിക്കുമ്പോൾ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഈ ഭൂമി മുഴുവൻ പ്രകാശിപ്പാൻ വെളിച്ചത്തെ നൽകിയ കർത്താവിന് അവന്റെ കണ്ണ് തുറന്നു വരട്ടെ എന്ന് പറഞ്ഞാൽ ഈ പ്രവിലെ കുട്ടനായ മനുഷ്യന്റെ കണ്ണ് തുറക്കും. അവരൊരു വാക്ക് കൽപ്പിച്ചാൽ മതി. അല്ലെങ്കിൽ എന്നാൽ ഇവിടെ ദൈവം ചെയ്യുന്നത് യേശുവിന് വ്യത്യസ്തമായ ഒരു നിലയുടെ അവന് സൗഖ്യം കൊടുക്കുക. എന്തിനാണ് ഇങ്ങനെ ഒരു സൗഖ്യം കൊടുത്തത്? ഇന്നത്തെ ആത്മീയ കുരുടായി വ്യാപിച്ചു കിടക്കുന്ന ആത്മീയ കുരുടന്മാരായിരിക്കുന്ന സകല ജനത്തിനും വെളിച്ചം വീശുവാൻ ദൈവത്തിന് എല്ലാ നിലയിലും പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ളൊരു ഒരു വെളിപ്പാടാണ് നമുക്ക് തരുന്നത്. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിൽ പിറവിയിലെ കുരുടനെ സൗഖ്യമാക്കണമെന്ന് ആരും ആവശ്യപ്പെട്ടിട്ടില്ല. ഈ പിറവിയിലെ കുരുടനെ അവനെ സൗഖ്യമാക്കണം ആരും ആവശ്യപ്പെട്ടില്ല. യേശു അവനെ ഒരു പ്രത്യേകമായ രീതിയിൽ സൗഖ്യമാക്കുന്നു. ഹല്ലേലൂയ. സ്വതം തുപ്പൽ ഉപയോഗപ്പെടുത്തിയതായി കാണുന്നു. അന്ന് ശബത്ത് നാളായിരിക്കാം. അവരുടെ പ്രതികരണം അറിയാൻ വേണ്ടി യേശു ചേറുണ്ടാക്കി അവന്റെ കണ്ണിൽ പുരട്ടി. അന്ന് ശബത്ത് നാളായതുകൊണ്ട്, ശബത്തിൽ ഇതൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് യഹൂദന്മാരുടെ പരീശന്മാരുടെ പ്രതികരണം എന്തെന്ന് അറിയാൻ വേണ്ടിയിട്ട് യേശു പ്രത്യേകമായ രീതിയിൽ ഇവന് സൗഖ്യം കൊടുക്കുന്നത്. ഹല്ലേലൂയ. ആദ്യമായി ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ അവനെക്കുറിച്ച് യേശുവിന്റെ റബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. അതിന് യേശു, അവനെങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടില്ല, ദൈവപ്രവൃത്തി ഇവങ്കിൽ വെളിപ്പെടേണ്ടത് എത്ര. എന്നെ കേൾക്കുന്ന മാതാപിതാവ്, ഇന്ന് നിന്റെ കുടുംബത്തിനകത്ത് ഏതെങ്കിലും പ്രതിസന്ധികൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും പ്രശ്നത്തെ നീ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിന്റെ കുടുംബത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി നിന്റെ ഇരുളടഞ്ഞ ജീവിതത്തെ മാറ്റി എഴുതുവാൻ, നീ കടന്നു പോകുന്ന കഷ്ടതയുടെ ആ നടുവിൽ നിന്ന്, നീ കടന്നു പോകുന്ന പ്രതിസന്ധികളുടെ നടുവിൽ നിന്ന് ദൈവം നിന്നെ പുറത്തെടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ, ചില പ്രതിസന്ധികളുടെ നടുവിലൂടെ നീ കടന്നു പോകുന്ന നീ ഭാരപ്പെടരുത്, യേശു വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഇവിടെ നാം ദൈവത്തിന് വചനം ഭഗവാൻ ദൈവാലയത്തിലെ അല്ലെങ്കിൽ ദൈവാലയത്തിന്റെ തെക്ക് ഭാഗത്താണ് ശീലോഹാം കുളം. ഹല്ലേലൂയ. അവൻ യേശുവിനെ അനുസരിച്ച് അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടിയിട്ട് അവൻ ആ യേശുവിന്റെ വാക്കേറ്റെടുത്തുകൊണ്ട് ശീലോഹാം കുളത്തിൽ പോയി കണ്ട് കഴുകി സൗഖ്യം പ്രാപിച്ചു. അപ്പൊ നമ്മൾ ദൈവത്തെ അനുസരിക്കുമ്പോഴാണ്, ദൈവം പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോഴാണ് ഹല്ലേലൂയ നമുക്ക് ആ സൗഖ്യം ഉണ്ടാകുന്നത്. അപ്പൊ യേശു ആരെന്നുള്ള ചോദ്യത്തിനകത്ത് ഹല്ലേലൂയ ഇവിടെ പിറവിയിലെ കുരുടനായിരിക്കുന്ന മനുഷ്യനെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ മതി. കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് യേശു ക്രിസ്തു ആര് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഇതിനോടനുബന്ധമായ ചില ചോദ്യചിഹ്നങ്ങൾ ഉയർന്നു വന്നു. യേശു ദൈവമാണെങ്കിൽ പിന്നെന്തിനാണ് പിതാവോട് പ്രാർത്ഥിച്ചത്? യേശു കർത്താവാണെങ്കിൽ പിന്നെന്തിനാണ് പിതാവോട് പ്രാർത്ഥിച്ചത്? അപ്പൊ യേശു ദൈവമാണെങ്കിൽ അല്ലെങ്കിൽ പിന്നെന്തിനാണ് ഭൂമിയിൽ അല്ലെങ്കിൽ മനുഷ്യന്റെ അല്ലെങ്കിൽ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന തനിക്കൊരു വാക്ക് പറഞ്ഞ പോരെ എന്നുള്ളൊക്കെ ചില അന്ധവിശ്വാസത്തിന്റെ ചോദ്യങ്ങൾ ഈ പിറവിയിലെ കുരുടനെ പോലെ ചില കുരുടമായ മനുഷ്യർ ചോദിച്ചിട്ടുണ്ട്.
കഴിഞ്ഞ ദിവസം ഒരു ക്രൈസ്തവ ഒരു സഹോദരൻ ചോദിച്ചത്, യേശു കർത്താവാണെന്ന് എന്താ തെളിവ്? അപ്പൊ എനിക്ക് മനസ്സിലായി, ഈവൻ ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടെങ്കിലും, ക്രൈസ്തവനെ ജീവിക്കുന്നെങ്കിലും, പള്ളിയിലെ 12ാം ക്ലാസ് വരെ കാറ്റഗിസം പഠിച്ചിട്ടുണ്ടെങ്കിലും അവനെ യേശു ആരാണെന്ന് അവന്റെ മതമേലാളന്മാർക്ക് പറഞ്ഞു പഠിപ്പിക്കാൻ കഴിഞ്ഞില്ല. അവന് ഈ പിറവിയിലെ കുരുടനെ പോലെ തന്നെ കുരുടായ അനുഭവത്തിൽ ജീവിക്കുക. അത് പറയുമ്പോൾ ഞാനും പള്ളിയിൽ പോയിട്ടുണ്ട്, കാറ്റഗിസം പഠിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും കർത്താവായ യേശുക്രിസ്തു ദൈവമാണെന്ന് അറിയുവാൻ കഴിയാത്ത വിധത്തിൽ എന്റെയും കണ്ണുകൾ പിറവിയിലെ കുരുടനെ പോലെ കുരുടായിരുന്നു. എന്നാൽ അതിൽ ദൈവനെ പുറത്തെടുത്തപ്പോഴാണ് യേശു ദൈവമാണെന്ന് എനിക്ക് മനസ്സിലായത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ ദൈവത്തിന്റെ വചനം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഇവിടെ നമുക്ക് ദൈവത്തിന് വായിക്കും, യേശു ദൈവമാണെന്ന് അറിയുവാൻ. യേശുക്രിസ്തു ദൈവമാണ്, പരിപൂർണ്ണ അധികാരമുള്ളവരാണ്, പരിപൂർണ്ണ പരിപൂർണമായിട്ട് മനുഷ്യനെ സൗഖ്യമാക്കാൻ കഴിവുള്ളവരാണെന്ന് ഈ പിറവിയുടെ കുരുടനായ മനുഷ്യരുടെ ബന്ധത്തിൽ നിന്ന് പഠിച്ചാൽ മതി. രക്തം ചെയ്യൽ. പിന്നെ യേശു ദൈവമാണെന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കുന്നത്, അല്ലേ? ക്രിയൽ സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിക്കും കാണുന്നത് അവൻ ആദ്യവും അന്തിനുമാണ്, ആൽഫി ഒമേഗയുമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ അവൻ സർവശക്തിയുള്ള ദൈവമാണ്. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, ആരും കാണാത്തവൻ, ആർക്കും കാണാൻ കഴിയാത്തവൻ. അവൻ രാജാവാണ്, കർത്താവാണ്. അല്ലെങ്കിൽ അവൻ സ്തോത്രം, അവൻ അനാദിയിൽ ശാശ്വതവാസിയുമാണവൻ. അപ്പം ഈ കർത്താവാണ് ഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിച്ചതെന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് അവൻ ഫിലിപ്പി ലേഖനം 2-5 വായിക്കാം. ദൈവരൂപത്തിലിരിക്കെ, യേശു ആരാണ്? ദൈവമാണ്. ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷൽ മനുഷ്യനായിരുന്ന, അല്ലേ? അവൻ ദൈവമായിരുന്നു. ദൈവരൂപത്തിലിരിക്കുക. അവിടെ നിന്നാണ് ദൈവത്തോട് സമത്വം മുറുകെ പിടിച്ചുകൊള്ളാതെ ദാസരൂപം എടുത്തത്. അങ്ങനെ മറിയയുടെ ഉദരത്തിൽ, ഹല്ലേലൂയ, യേശു പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ച് മറിയയിലൂടെ യേശു പ്രസവിക്കുന്നു. യേശുവിന്റെ 33 തിരുവയസ്സ് ജീവിതത്തെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം വെളിപ്പെടുത്തുന്നുണ്ട്. അവന്റെ ജനനത്തിൽ തന്നെ യേശുവിനെ കുറിച്ച് പറഞ്ഞു, ഇവൻ സകല ജനത്തിന്റെയും പാപത്തിൽ രക്ഷിപ്പാനിരിക്കണം യേശു എന്ന് പേർവിടണം. അത് യേശു ലോകരക്ഷിതാവാണ്, പാപം ക്ഷമിക്കുന്നവനാണ്, അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്പെടുന്നത് മനുഷ്യന്റെ സകല ആവശ്യങ്ങൾക്കും പരിഹാരം നൽകുന്ന യേശുവാണ്. യേശു ആരാണ്? ലോകരക്ഷിതാവാ. യേശു ആരാണ്? വീണ്ടെടുപ്പുകാരനാ. യേശു ആരാണ്? നമ്മുടെ സകല പ്രശ്നങ്ങൾക്ക് പരിഹാരമായവനാ. അപ്പൊ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ നമുക്ക് നിത്യജീവൻ പ്രാപിക്കാൻ കഴിയുള്ളൂ. ഈ ലോക ജീവിതത്തിൽ മതത്തിന്റെ കെട്ടിൽ, പാരമ്പര്യത്തിന്റെ കെട്ടിൽ അകപ്പെട്ട് പിറവിയിലെ കുരുടനെ പോലെ നീ ശാപത്തിൽ ജീവിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ദിവസം മരിക്കും. നിങ്ങളുടെ മരണാനന്തര ജീവിതം എന്ന് പറയുന്നത് നിത്യമായ നരകത്തിലായിരിക്കും. പ്രൈസോ. ആ നിത്യമായ നരകത്തിൽ നീ പുറത്തു വരാൻ വേണ്ടിയിട്ടാണ് ദൈവം നിനക്ക് വേണ്ടി ഈ സ്വർഗം വെട്ടി ഭൂമിയിലേക്ക് വന്നത്. എന്നിട്ടും യേശുവിനെ നിനക്ക് കർത്താവെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിന്റെ ജീവിതം എത്രമാത്രം അന്ധത പിടിച്ചതാണ്. പ്രൈസലോ. വലിയ ഇവിടെ നാം ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, അല്ലെങ്കിൽ സ്തോത്രം. സ്തോത്രം. അതിനുശേഷം അവൻ നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി ചേറവന്റെ കണ്ണിൽ പൂശി ചെന്ന് ശീലോകാങ്കുളത്തിൽ കഴുകുക എന്ന് അവനോട് പറഞ്ഞു. അപ്രകാരം അവൻ കഴുകി കാഴ്ച പ്രാപിച്ചു. ഇവനല്ലയോ അവിടെ ഇരുന്ന് ഭിക്ഷ യാചിച്ചവൻ? നിന്റെ കണ്ണ് തുറന്നതെങ്ങനെ എന്ന് ചോദിച്ചു. അതിനവൻ, യേശു എന്ന് പേരുള്ള മനുഷ്യൻ ചേറുണ്ടാക്കി എന്റെ കണ്ണിന്മേൽ പൂശി ശീലോകാങ്കുളത്തിൽ ചെന്ന് കഴുകുക എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പോയി കഴുകി കാഴ്ച പ്രാപിച്ചു എന്ന് കുരുടനായ മനുഷ്യൻ പറയുന്നു. അവന്റെ ആവശ്യം അങ്ങനെ കാഴ്ച വേണമെന്നുള്ളതാണ്. ഹല്ലേലൂയ. അവൻ നാളുകളായിട്ട് അന്നത്തെ മതമേലധ്യക്ഷന്മാരുടെയും മതമേലാളന്മാരുടെയും യഹൂദന്മാരുടെയും പാരമ്പര്യമൊക്കെ അനുസരിച്ച്, പരീക്ഷന്മാരുടെ രീതികളൊക്കെ അനുസരിച്ചും പല വഴികളിലും സൗഖ്യത്തിന് വേണ്ടി അവന്റെ കണ്ണു തുറക്കാൻ വേണ്ടിയിട്ട് അവൻ പല വാതിലുകളും മുട്ടിയിട്ടുണ്ട്. പക്ഷേ അവനവിടെ നിന്ന് ഒരു സൗഖ്യം കിട്ടിയില്ല, അവനവിടെ നിന്നൊരു മറുപടി കിട്ടിയിട്ടില്ല. എന്നാൽ യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ കുരുടനായി പിറന്നവനാണെന്ന് മനസ്സിലാക്കി ദൈവത്തിന്റെ മഹത്വം അവന് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട് അവന്റെ കണ്ണുകൾക്ക് കാഴ്ച കൊടുത്തു. പ്രൈസ്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ ഏതെങ്കിലും കഷ്ടതയുടെ കടന്നു പോകുന്നെങ്കിൽ, ഏതെങ്കിലും പ്രതിസന്ധിന്റെ ഭവനത്തിനൊക്കെ തുടലെടുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ, നിനക്ക് ഇരുളിന്റെ അനുഭവമാണെങ്കിൽ അതിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തിയോട് നീ മനസ്സിലാക്കി യേശുവിന്റെ അരികിലേക്ക് വരുന്നെങ്കിൽ, അവൻ പറയുന്നത് നീ അനുസരിക്കുകയാണെങ്കിൽ, ഇവിടെ പിറവിയിലെ കുരുടനെ പോലെ നിനക്ക് സ്വതന്ത്രമായി തീരാൻ കഴിയും, കാഴ്ച പ്രാപിക്കാൻ കഴിയും. നിങ്ങളുടെ കണ്ണുകളൊക്കെ കുരുടായിരിക്കുക. ഹല്ലേലൂയ. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ഈ ലോകത്തിന്റെ പ്രഭു, ഈ ലോകത്തിന്റെ ദൈവം എന്നൊക്കെ പറഞ്ഞ സാത്താൻ, ഹല്ലേലൂയ,
അതിനെക്കുറിച്ച് വേദവൻ 2 കൊരിന്ത്യർ 4:4 വായിക്കുന്നത് ദൈവപ്രതിമയായിരിക്കുന്ന ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം ശോഭിക്കാതിരിപ്പാൻ, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കിയെന്നാണ് നമ്മൾ വായിക്കുന്നത്. എന്ന് പറഞ്ഞപോലെ ഹല്ലേലൂയ, ദൈവപ്രതിമയായിരിക്കുന്ന ക്രിസ്തുവിലൂടെ നടക്കുന്ന അത്ഭുത പ്രവൃത്തികളെ പിറവിയിലെ കുരുടനായിരിക്കുന്ന മറ്റൊരു അത്ഭുത പ്രവൃത്തികളെ കാണുവാൻ കഴിയാത്ത വിധത്തിൽ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസം എന്ന് പറയുന്ന യഹൂദന്മാരുടെയും പരീശന്മാരുടെയും കണ്ണുകൾ കുരുടാക്കി. അത് ഇന്നും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവത്താൽ വിളിച്ചു വേദനിക്കപ്പെട്ട ദൈവത്തിന്റെ അഭിഷക്തന്മാരും അത്ഭുതങ്ങളും അടയാളങ്ങളാലും നിറയപ്പെട്ട ശുശ്രൂഷകൾ ചെയ്യുന്നത് കാണുമ്പോൾ അതിനെ വിമർശിക്കുന്നവരുണ്ട്, അതിനെ പരിഹസിക്കുന്നവരുണ്ട്, തള്ളി പറയുന്നുണ്ട്. അവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, നിങ്ങളും ആത്മീയ കുരുടനായിരിക്കുന്നിടത്തോളം കാലം ദൈവപ്രവൃത്തി നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ദൈവപ്രവൃത്തി മനസ്സിലാക്കാൻ കഴിയാത്ത കാരണം ഈ ലോകത്തിന്റെ ദൈവം, ഈ ലോകത്തിന്റെ പ്രഭു എന്നോട് സാത്താൻ നിങ്ങളുടെ മനസ്സിനെ കുരുടാക്കി വെച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് നിങ്ങൾ പുറത്തു വരാൻ ഹല്ലേലൂയ. അപ്പൊ നിങ്ങളുടെ ഹൃദയത്തെ കുരുടാക്കി വെച്ചിരിക്കുന്ന സാത്താനാ. ഈ പരീശന്മാരുടെ യഹൂദന്മാരുടെയൊക്കെ ഹൃദയത്തെ കഠിനമാക്കിക്കൊണ്ടിരിക്കുന്ന സാത്താന് ശക്തികൾ അവർ അറിയുന്നില്ല. ഹല്ലേലൂയ. അങ്ങനെ കുരുടനായി ജനിച്ചവന് സൗഖ്യം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവരെ ഈ പിറവിലെ കുരുടനെ വിസ്തരിക്കുകയാണ്. വിസ്തരിക്കുകയാണ് ഈ പരീശന്മാർ എന്ന് പറയുന്ന കൊലപാതകയെ വിസ്തരിക്കുന്നവര്, കുറ്റവാളിയെ വിസ്തരിക്കുന്നവര്, പിടിച്ചുപറിക്കാരനെ, മോഷ്ടാവിനെ, ബലാത്സംഗം ചെയ്തവനെ, പീഡനത്തിലൂടെ കടന്നുപോകുന്ന ഒരു ഭീകരവാദിയൊക്കെ ചോദ്യം ചെയ്യുന്നത് പോലെ, നമ്മുടെ ലോകത്തിന്റെ കോടതി ചോദ്യം ചെയ്യുന്ന പോലെ, നിയമവ്യവസ്ഥ ചോദ്യം ചെയ്യുന്നത് പോലെ ഈ പിറവിയിലെ കുരുടനായിരിക്കുന്ന മനുഷ്യന് യേശു സൗഖ്യം കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും കൂടി ഇവനെ കുടഞ്ഞ് ചോദ്യം ചെയ്യുക. എന്തൊരു കഷ്ടമല്ലേ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ഇവിടെ ഒരു ശബത്തിൽ സൗഖ്യമാക്കിയത് കൊണ്ട് സൗഖ്യം കൊടുത്തവനെയും പ്രാപിച്ചവനെയും പരീശന്മാർ ചോദ്യം ചെയ്യുന്നു. ഈ അത്ഭുത സൗഖ്യം യഹൂദന്മാരുടെ ഇടയിൽ ഭിന്നതയുണ്ടാക്കി. ഈ അത്ഭുത സൗഖ്യം ചെയ്തു യഹൂദന്മാരുടെ ഇടയിൽ വളരെ ഭിന്നതയുണ്ടാക്കി. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ആരാണ് സൗഖ്യമാക്കിയതെന്ന് കുരുടൻ കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ, ഹല്ലേലൂയ, കണ്ടിട്ടില്ലായിരുന്നതിനാൽ അവനൊരു പ്രവാചകനായിരിക്കും എന്ന് പറഞ്ഞു. ഈ കുരുടനെ സൗഖ്യമാക്കിയത് യേശു ആണെന്ന് അവർ കണ്ടിട്ടില്ലാതിരുന്നത് കൊണ്ട് അവനെ വിസ്തരിച്ച് അവൻ പറഞ്ഞു, ഇവനൊരു പ്രവാചകനായിരിക്കും, അവനെ സൗഖ്യമാക്കിയ ഒരു പ്രവാചകനായിരിക്കുമെന്ന്. ഹല്ലേലൂയ. അങ്ങനെ ഒന്നാമത്തെ വിസ്താരം കുരുടനെ കഴിഞ്ഞപ്പോൾ രണ്ടാമത് അവന്റെ അമ്മയപ്പന്മാരെ വിസ്തരിക്കുക ഈ പരീശന്മാർ. അതിനെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 9:18 വാക്യങ്ങൾ വായിക്കും കിടന്നുണ്ട്. ആമേൻ, സ്തോത്രം. കാണുന്നുണ്ട്, ആ കാഴ്ച പ്രാപിച്ചവന്റെ അമ്മയപ്പന്മാരെ വിളിച്ച് ചോദിക്കുവോളം അവൻ കുരുടനായിരുന്നു എന്നും കാഴ്ച പ്രാപിച്ചുവെന്നും യഹൂദന്മാർ വിശ്വസിച്ചില്ല. ഹല്ലേലൂയ. അപ്പൊ അവന്റെ അമ്മയപ്പന്മാരെ വിളിച്ചു, അവരോട് ചോദിച്ചു, ഇവൻ കുരുടനായി ജനിച്ചവനാണോ? ഇവൻ പ്രവിലെ കുരുടനായിരുന്നു. അപ്പൊ അവന്റെ അമ്മയപ്പന്മാര് ഹല്ലേലൂയ പറയുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. കുരുടനായി ജനിച്ചുവെന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ മകൻ ഇവൻ തന്നെയോ? എന്നാൽ അവൻ ഇപ്പോൾ കണ്ണ് കാണുന്നത് എങ്ങനെയെന്ന് അവരോട് ചോദിച്ചു. അവന്റെ അമ്മയപ്പന്മാർ, ഇവൻ ഞങ്ങളുടെ മകനെന്നും കുരുടനായി ജനിച്ചവനെന്നും ഞങ്ങൾ അറിയുന്നു, എന്നാൽ കണ്ണ് കാണുന്നത് എങ്ങനെയെന്ന് അറിയുന്നില്ല. അവന്റെ കണ്ണ് ആര് തുറന്നു എന്നും അറിയുന്നില്ല. അവരോട് ചോദിപ്പിൻ, അവന് പ്രായമുണ്ടല്ലോ എന്നാ അവന്റെ അമ്മയപ്പന്മാരെ പറയുന്നത്. എന്തുകൊണ്ടാണ് അവന്റെ അമ്മയപ്പന്മാരെങ്ങനെ പറയാൻ കാരണം? അവന്റെ അമ്മയപ്പന്മാരെ പറയാൻ കാരണം യേശുവിനെ ക്രിസ്തു എന്ന് ഏറ്റുപറയുന്ന പള്ളിപൃഷ്ഠനാകണം എന്നുള്ള യഹൂദന്മാരുടെ തീരുമാനം ആ കാലഘട്ടത്തിലുണ്ട്. യേശുവിനെ ഏറ്റുപറയുന്നവൻ പള്ളിപുരുഷനാകണം. ഹല്ലേലൂയ, സ്തോത്രം. അവർക്ക് ഹല്ലേലൂയ അറിയാമായിരുന്നത് എന്നിട്ട് മനുഷ്യനുള്ള മാനം ലഭിക്കാൻ വേണ്ടി അവന്റെ അമ്മയപ്പന്മാർക്ക് അറിയാം യേശുവെ സൗഖ്യമാക്കിയെന്ന്. എങ്കിലും മനുഷ്യനുള്ള മാനം പ്രാപിക്കാൻ, പള്ളിപുരുഷനാകാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ പറയുകയാണ്, അവനോട് തന്നെ ചോദിക്കവന് പ്രായമുണ്ടല്ലോ. ഹല്ലേലൂയ. അപ്പൊ മാനുഷിക ഭയം ഒരു കെണിയാകുന്നു. അപ്പൊ യഹൂദന്മാരുടെ പരീശന്മാരുടെ ഇരിക്കൽ എന്റെ മകനെ സൗഖ്യമാക്കിയത് യേശു കർത്താവാണെന്ന് പറയുവാൻ ഈ അമ്മയപ്പന്മാർ അല്ലെങ്കിൽ ഭയപ്പെടുമ്പോൾ ഓർക്കണം, അത് മാനുഷിക ഭയമാണ്, അതൊരു കെണിയാണ്. എന്നെ കേൾക്കുന്നവരുടെ സ്നേഹിത, എന്നെ കേൾക്കുന്ന ശ്രോതാവ്, ഈ ദൈവം നിന്റെയും ജീവിതത്തിൽ അത്ഭുതകരമായി സൗഖ്യം തന്നു കഴിയുമ്പോൾ, വിടുതൽ തന്നു കഴിയുമ്പോൾ, നീ ലോകത്തെ ഭയപ്പെടാതെ, പ്രമാണിമാരെ ഭയപ്പെടാതെ, മേലാന്മാരെ ഭയപ്പെടാതെ യേശു എനിക്ക് സൗഖ്യം തന്നു എന്ന് പറയണം. പ്രൈസ്. ഞാൻ നിങ്ങളോട് ചില ഉദാഹരണം പറയാം. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ, ദൈവദാസിദാസന്മാർ കേരളത്തിലും ഭാരത ലോകത്തിൽ എല്ലാ ഭാഗങ്ങളിലും കൺവെൻഷനും ക്രൂസേഡുകളും വിവിധ ഉപവാസ പ്രാർത്ഥനകളൊക്കെ നടത്താറുണ്ട്. വിടുതലിന്റെ ശുശ്രൂഷ ഒരുപാട് നടത്താറുണ്ട്.
അങ്ങനെ അനവധി കുരുടന്മാരും ചികിടന്മാരും മുടന്തനും തറവാത രോഗികളും ഒക്കെ കഴിഞ്ഞ കാലങ്ങളിൽ സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. സ്മിത്ത് വികിത്സവർദ്ധന്റെ കാലഘട്ടത്തിൽ മരിച്ചുപോയി 21 പേരെ ഉയർപ്പിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ചരിത്രം പറയുന്നു. അങ്ങനെ ദൈവത്തിന്റെ ദാസ്യദാസന്മാർ ശുശ്രൂഷയിലൂടെ അനവധി അത്ഭുതങ്ങൾ പ്രാപിക്കുമ്പോൾ ഇതിനകത്ത് ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാ ജനങ്ങളും പരസ്യമായിട്ടും രഹസ്യമായിട്ടും വന്ന് സൗഖ്യം പ്രാപിക്കുന്നുണ്ട്. അങ്ങനെ രഹസ്യമായി വന്ന പലരും അവർക്ക് സൗഖ്യം കിട്ടിക്കഴിഞ്ഞ് അവർ സൗഖ്യം കിട്ടിയെന്ന് അവരുടെ മതമേലാളന്മാർ പറയുമ്പോൾ, അവരുടെ കുടുംബക്കാരോട് പറയുമ്പോൾ അവരെ വല്ലാത്ത വിധത്തിൽ വിസ്തരിച്ച് കുടഞ്ഞ് ചോദിച്ച് അല്ലെങ്കിൽ അവരെ ഒന്നിൽ തള്ളിക്കളയാൻ ശ്രമിക്കുന്ന കാലഘട്ടം ഇന്നുമുണ്ട്. അന്നത്തെ പോലെ തന്നെ ഇന്നും. അതുകൊണ്ട് പലരും തങ്ങൾക്ക് സൗഖ്യം കിട്ടിയാൽ അല്ലെങ്കിൽ അവർ പറയാറില്ല. എന്നാൽ പിറവിയിലെ കുരുടൻ അവന് സൗഖ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു അവനൊരു പ്രവാചകൻ തന്നെയാ. ഹല്ലേലൂയ. അപ്പം അവരെ ഒന്നാമത്തെ വിസ്താരം കഴിഞ്ഞു, എൻ്റെ അമ്മപ്പന്മാരെ രണ്ടാമത്തെ വിസ്താരം കഴിഞ്ഞു. വീണ്ടും ഈ പിറവിയിലെ കുരുടനെ അമ്മയും രണ്ടാമത് വിസ്തരിക്കുക. അമ്മയപ്പന്മാരെ വിസ്തരിച്ചു കൂടാ, പിറവിയിലെ കുരുടനെ രണ്ടാമത് വിസ്തരിക്കുക. അപ്പം ഈ 9-ാം അധ്യായം 24 തൊട്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ആമി കുരുടനായിരുന്ന മനുഷ്യനെ അവർ രണ്ടാമതും വിളിച്ചു, ദൈവത്തിന് മഹത്വം കൊടുക്കാം, ആ മനുഷ്യൻ പാപി എന്ന് ഞങ്ങൾ അറിയുന്നു എന്ന് പറഞ്ഞു. കുരുടനായ മനുഷ്യൻ വിളിച്ചിട്ട് ഈ പരീശന്മാർ പറയുകയാണ്, നീ ദൈവത്തിന് മഹത്വം കൊടുക്കണം, നിന്നെ സൗഖ്യമാക്കിയ യേശു ഉണ്ടല്ലോ പ്രവാചകൻ, അവൻ പാപിയാണെന്ന് ഇവർ പറയാം. കാരണം പരീശന്മാർക്ക് മനസ്സിലാകാൻ കഴിയാത്ത വിധത്തിൽ, അന്നത്തെ മതമേലാളന്മാർക്ക് മനസ്സിലാകാൻ കഴിയാത്ത വിധത്തിൽ അവരുടെ കണ്ണിനെ പിശാച് കുരുടാക്കിയത് വെച്ചതുകൊണ്ട് യേശുവിനെ അവർക്ക് കർത്താവെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അല്ലേ? അപ്പൊ കുരുടന് കാഴ്ച കൊടുത്തവൻ വെറും ഒരു പാപിയാണെന്ന് പരീശന്മാരുടെ കണ്ടുപിടുത്തം. കുരുടന് കാഴ്ച കൊടുത്ത യേശു ഒരു പാപിയാണെന്ന് യഹൂദന്മാരുടെ കണ്ടുപിടുത്തം. ഇന്നും അതൊക്കെ തന്നെയല്ലേ സംഭവിക്കുന്നത്? ഒരു മനുഷ്യൻ വിവിധമായ ബന്ധനങ്ങൾക്കകത്ത് കെട്ടപ്പെട്ട് കിടക്കുന്ന അനുഭവത്തിന് സൗഖ്യം പ്രാപിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ അവൻ പാപിയാണെന്ന് പറയും. ജീവിതത്തിൽ സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, സ്വസ്ഥതയില്ലാതെ കലങ്ങി മറിഞ്ഞു കിടക്കുന്ന കുടുംബങ്ങൾ തിരമാലകൾ ഉയരുന്ന പോലെ പ്രശ്നങ്ങൾ കുടുംബത്തിനകത്ത് അലയടിച്ചു വരുമ്പോൾ, അല്ലെങ്കിൽ കൊടുങ്കാറ്റ് പോലെ കുടുംബത്തിനകത്ത് പ്രശ്നങ്ങൾ അലയടിച്ചു വരുമ്പോൾ അവരൊരു സമാധാനത്തിന് വേണ്ടി, ഒരു സ്വസ്ഥതയ്ക്ക് വേണ്ടി എവിടെങ്കിലും ദൈവസഭയിൽ പോയി ദൈവദാസന്മാർ ചെന്ന് പ്രാർത്ഥന അപേക്ഷിക്കുമ്പോൾ, പ്രാർത്ഥന ചോദിക്കുമ്പോൾ, അവരുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കണ്ടു നിൽക്കുന്ന പരീശന്മാരെ പോലുള്ള ഈ ലോകത്തിലെ ജനം പറയും, ആ മനുഷ്യൻ പാപിയാണ്, അങ്ങോട്ട് പോകരുത്. ലേലിയ അങ്ങനെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരെ കുറിച്ച് ഇല്ലാത്ത അപരാധങ്ങൾ, അപവാദങ്ങൾ പറഞ്ഞു നിരത്തുകയും ചെയ്യും. ഇന്നത്തെ പരിശീലനങ്ങൾ ഇന്നത്തെ ജനബോധനയാണ്. അല്ലേരിയ ഞാനത് അനുഭവിക്കുന്നത്. ഇവിടെ ആരെങ്കിലും പ്രാർത്ഥനയ്ക്ക് വരികയാണെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ അങ്ങോട്ട് പോകരുത്, അങ്ങോട്ട് പോകരുത്. ഇങ്ങോട്ട് വന്നവര് സൗഖ്യം പ്രാപിക്കും, പക്ഷെ ജനം പറയും അങ്ങോട്ട് പോകരുത് എന്ന് പറഞ്ഞ പരീശന്മാരുടെ കണ്ണ് കുരുടായിരുന്നത് പോലെ ഈ ലോകത്തിന്റെ ദൈവം, ഈ ലോകത്തിന്റെ പ്രഭു ഈ ജനത്തിന്റെ കണ്ണ് കുരുടാക്കി വെച്ചിരിക്കുക. ആരെങ്കിലും ആരാധനയ്ക്ക് വന്ന, പ്രാർത്ഥനയ്ക്ക് വന്ന, നിങ്ങൾ എവിടെ പോവാ, നിങ്ങൾ എങ്ങോട്ട് പോവാ, നിങ്ങൾ അവിടെ പോവാണോ എന്ന് പറഞ്ഞ് വിലക്കുന്ന അനവധി പരീക്ഷ വൃന്ദങ്ങൾ ഇന്ന് നമുക്ക് ചുറ്റിലുമുണ്ട്. അതിന്റെ നടുവിലാണ് ഞാൻ ദൈവത്തിനെ ശുശ്രൂഷിക്കുന്നത് കേട്ടോ. യഥാർത്ഥമായി ദൈവത്തിന് വചനം വിളിച്ചു പറഞ്ഞ് സത്യസുവിശേഷനിൽ നിന്ന് വിശുദ്ധ ജീവിതം നയിച്ച ഈ ലോകം പറയും നീ ഭാവിയാണെന്ന്. വിശുദ്ധമായി ജീവിക്കുന്നവരെ കണ്ടിട്ട് പറയും നീ ഭാവിയാന്ന് പറയും. എന്നാൽ പാപം ചെയ്ത് 24 മണിക്കൂറും പാപം ചെയ്ത് പാപത്തിൽ ജീവിക്കുന്നവരെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഓമനപ്പാട്ട് പാടി അവരെ താലോലിച്ചവരെ ആമയെ പാട്ടുപാടി ഉറക്കുന്ന സംഭവങ്ങളാണ്. ഏത് പാവവും ഏത് മനുഷ്യൻ ചെയ്യാം. പക്ഷേ കർത്താവിന്റെ നാമത്തെ ഉയർന്നു കണ്ടു കഴിഞ്ഞാൽ അവർക്കെതിരെ ഒരുപാട് വിസ്താരങ്ങൾ കടന്നു വരും. കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ ചെയ്യുന്നവർ അവർ മറ്റുള്ള വേണ്ടി പ്രാർത്ഥിച്ച് മറ്റ് ഘട്ടപ്പെട്ട് കിടക്കുന്ന കുടുംബങ്ങളെ പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുമ്പോൾ കണ്ടു നിൽക്കുന്ന ജനം പറയും, അയ്യോ നിങ്ങൾ എന്താ ചെയ്യുന്നത്, നിങ്ങൾ അങ്ങോട്ട് പോയോ? എന്നിട്ട് വേണമെങ്കിൽ ആ അപവാദം പറഞ്ഞു നിരത്തും. എന്റെ ഏരിയ അങ്ങനെ പറഞ്ഞു നിരത്തുന്നവർ പറയട്ടെ, അങ്ങനെ ദൈവനാമത്തെ ദുഷിക്കുന്ന, ദൈവജനത്തെ ശുശ്രൂഷിക്കുന്നതിനെ യേശുക്രിസ്തുവിന്റെ നാമത്തിന് വിരോധമായി നീ അപവാദ പ്രചരണം നടത്തിയ നിന്നെയും നിന്റെ തലമുറയും ദൈവം സന്ദർശിക്കും. നീ പറഞ്ഞിരിക്കുന്ന ഓരോ അപവാദത്തിനും പ്രതിഫലമായി, നീ പറഞ്ഞ ഓരോ അപവാദത്തിന്റെയും കഠിനമായ ശോധന, ന്യായവിധി നിന്റെയും നിന്റെ കുടുംബത്തിന്മേൽ വരാൻ പോവുകയാണ്. എന്റെ ഏരിയ ദൈവനാമത്തിൽ നീ പിറവർക്കരുത്, ശുശ്രൂഷിക്കരുത്, നീ പിറവർക്കരുത്. കുരുടനായ മനുഷ്യൻ രണ്ടാമതും വിളിച്ചവർ വിസ്തരിക്കുക, നിനക്ക് ആരാ സൗഖ്യം തന്നത്, നീ എന്തിനാ അവിടെ പോയത്, നീ എന്തിനാ പുള്ളിയെ കണ്ടത്, നിനക്ക് ആ പുള്ളി അറിയാമോ, ആ പുള്ളി ഒരു പാപിയ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന പരീശന്മാരെ പോലെ ഇന്നത്തെ സമുദായമായിരിക്കുന്നത്, ജനമായിരിക്കുന്നു. ലേലിയ എത്ര നികൃഷ്ടരായ മനുഷ്യർ.
പ്രൈസറോ. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലല്ല, കുരുടൻ യഥാർത്ഥമായൊരു വിശ്വാസ തീരുമാനമാണ്, വിശ്വാസ പ്രമാണമാണ്. സൗഖ്യമായ കുരുടൻ യഥാർത്ഥത്തിൽ അവനെ സൗഖ്യമാക്കിയ യേശുവിനെ കുറിച്ച് നല്ല വിശ്വാസം അവൻ പറഞ്ഞു, അല്ലേ? അപ്പം പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല, ദൈവഇഷ്ടം ചെയ്യുന്നവരുടെ പ്രാർത്ഥനയാണ് കേൾക്കുന്നത് എന്നൊക്കെ ഈ കുരുടൻ പറയുക. എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വചനം വായിച്ചു വരുമ്പോൾ അല്ലയ്യ, ഈ യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യം അതിനവൻ പരിശുദ്ധ ജീവിതത്തിന് അതിനവൻ കുരുടൻ, അവൻ പാപിയോ അല്ലയോ എന്ന് ഞാൻ അറിയുന്നില്ല. കുരുടനായ മനുഷ്യൻ പറയാം, അവൻ പാപിയോ അല്ലയോ എന്ന് ഞാൻ അറിയുന്നില്ല, പക്ഷെ ഒന്ന് ഞാൻ അറിയുന്നു. കുരുടൻ പറയാം, ഒന്ന് ഞാൻ അറിയുന്നു അല്ലേ സ്തോത്രം, അറിയുന്നു. ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ കണ്ടു കാണുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അല്ലേ, ഈ മനുഷ്യനുള്ള സത്യം പറഞ്ഞത്. ഒന്ന് അവനറിയാം, അവൻ കുരുടനായിരുന്നു, പക്ഷെ ഇപ്പോൾ അവനെ കണ്ടു കാണുന്നു. എന്നിട്ട് പറയുക നല്ലൊരു സ്തോത്രം, കാണുന്നത് പറയാം, നല്ലൊരു സ്തോത്രം കാണുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവർ അവനോട്, അവൻ നിനക്ക് എന്ത് ചെയ്തു, നിന്റെ കണ്ണ് എങ്ങനെ തുറന്നു എന്ന് ചോദിച്ചു. വീണ്ടും ഈ പരിചയം, അവൻ നിനക്ക് എന്ത് ചെയ്തു, നിന്റെ കണ്ണ് എങ്ങനെ തുറന്നു. ചില ആളുകൾ എങ്ങനെയാണ്, ദൈവം എന്തെങ്കിലും ചെയ്ത് എന്തെങ്കിലും അത്ഭുതം നടന്നാൽ പിന്നെ അതിനെക്കുറിച്ച് ഞാൻ കിഴിഞ്ഞ് ചോദിച്ച ആ മനുഷ്യനെ അങ്ങില്ലായ്മ ചെയ്യും. എന്താണ് അവിടെ നടന്നത്, എന്താണ് സംഭവിച്ചത്, എന്താണ് എന്നൊക്കെ ചോദിക്കുന്ന ചില അവൻ ജഡികമായ മനുഷ്യരുണ്ട്, പ്രാകൃതര്. അവരെ കാണുമ്പോൾ തന്നെ അറിയാം പ്രാകൃതരാണെന്ന്. അല്ലേലൂയ. ഈ മനുഷ്യൻ അങ്ങനെയാണ് ചോദിക്കുന്നത്. അതിനവൻ കുറ്റം പറയണം. അതിനവൻ, ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചില്ല, വീണ്ടും കേൾപ്പാൻ ഇച്ഛിക്കുന്നത് എന്ത്? കുറ്റം പറയാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചില്ല, വീണ്ടും നിങ്ങൾ കേൾപ്പാൻ ഇച്ഛിക്കുന്നത് എന്ത്? അല്ലേലൂയ. സ്നേഹിക്കുന്നത് എന്ത്? അല്ലേലൂയ. ആമേൻ. നിങ്ങൾക്കും അവന്റെ ശിഷ്യന്മാർ ആകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. ഈ കുരുടൻ ചോദിക്കുകയാണ്, നിങ്ങൾക്കും അവന്റെ ശിഷ്യനാകാൻ താല്പര്യമുണ്ടോ? അല്ലേലൂയ. അപ്പോൾ അവർ അവനെ ശകാരിച്ചു, നീ അവന്റെ ശിഷ്യൻ, ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാർ, മോശയുടെ ദൈവം സംസാരിച്ചു എന്ന് ഞങ്ങളായിരുന്നു. ഇവർക്ക് ആകെപ്പാടെ മോശ അറിയും, പരീക്ഷന്മാർക്ക് മോശ അറിയത്തില്ല. മോശയോട് സംസാരിച്ച ദൈവത്തെ അറിയത്തുള്ളൂ. ആമീൻ. പുതിയ നിയമത്തെക്കുറിച്ചും പുതിയ നിയമത്തിന്റെ വീണ്ടെടുപ്പിനെ കുറിച്ചും കർത്താവായ യേശുവിന്റെ ജനനത്തെക്കുറിച്ചും യേശുവിന്റെ ജനനത്തെങ്കിൽ അവൻ സകല ജനത്തെ പാപങ്ങൾ രക്ഷിക്കാൻ അവൻ യേശുവിന്റെ പേരണം, യേശുക്രിസ്തുവിന്റെ വളർച്ചയും 30-ാമത്തെ വയസ്സിൽ അവന്റെ സ്നാനവും, ആമീൻ. പിന്നീട് 3.5 വർഷക്കാലത്തെ ശുശ്രൂഷയ്ക്കകത്ത് യേശു ചെയ്ത അത്ഭുതങ്ങളെയൊന്നും കാണുവാൻ കഴിയാതെ, ഗ്രഹിക്കാൻ കഴിയാതെ മോശയുടെ പ്രമാണത്തെ മുറുകെ പിടിച്ചു നിൽക്കുന്ന പരീശന്മാരെ പോലെ ഇന്നത്തെ ക്രൈസ്തവ വിശ്വാസികൾ. അവരൊക്കെ ഞങ്ങൾക്ക് മോശയുണ്ട്, പ്രവാചകന്മാരുണ്ടെന്നാണ്. അല്ലേലിയ. അത്രേ അവർക്ക് അറിയത്തുള്ളൂ. കാരണം ആത്മീയ കുരുടാണ്. അവർക്ക് യഥാർത്ഥമായി ദൈവവചനം പഠിക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് വീണ്ടും അവൻ പറയുകയാണ്, അല്ലേലിയ സ്തോത്രം, അല്ലേയ സ്തോത്രം. വീണ്ടും വായിക്കുകയാണ്, അല്ലേലിയ. വീണ്ടും അവന്റെ ശിഷ്യൻ, ഞങ്ങൾ അവന്റെ ശിഷ്യൻ, മോശയുടെ ശിഷ്യൻ, മോശയുടെ ദൈവം സംസാരിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നു. ഇവന് എവിടെ നിന്ന് ഞങ്ങൾ അറിയുന്നില്ല. പരീക്ഷന്മാർ ഇവനെ എവിടെ ഒന്നും അറിയുന്നില്ല. അപ്പോൾ അല്ലയ്യ കുരുടനായ മനുഷ്യൻ പറയും, ആ മനുഷ്യൻ അവരോട്, എന്റെ കണ്ണ് തുറന്നിട്ടും അവൻ എവിടെ നിന്ന് നിങ്ങൾ അറിയാത്തത് ആശ്ചര്യം. ഇവിടെ പറയാണ്, എന്റെ കണ്ണ് തുറന്നിട്ടും അവൻ എവിടെ നിന്ന് നിങ്ങൾ അറിയാത്തത് ആശ്ചര്യം. അല്ലേരിയ. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. എന്താ? പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. അല്ലേരിയ സ്തോത്രം. എന്നും ദൈവഭക്തനായിരുന്ന അവന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്ന് നാം അറിയുന്നു. കുരുടനായി പിറന്നവന്റെ കണ്ണ് ആരെങ്കിലും തുറന്ന പ്രകാരം ലോകം ഉണ്ടായത് മുതൽ കേട്ടിട്ടില്ല. ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വരുന്നവൻ അല്ലെങ്കിൽ അവൻ ഒന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല എന്ന് ഉത്തരം പറയും. അല്ലേരിയ. അപ്പൊ പാപികളുടെ പ്രാർത്ഥന ഒരിക്കലും ദൈവം കേൾക്കുന്നില്ല. എന്നും ദൈവഭക്തനായിരുന്ന അവന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നത്. ഈ മനുഷ്യൻ പറയും, ഈ മനുഷ്യൻ ദൈവം തന്നെയാണ്. ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് വന്നവനാ. ദൈവത്തിൽ നിന്ന് വന്നവനല്ലെങ്കിൽ ആമേൻ. ഇന്നുവരെ ഈ രോഗം ഉണ്ടായത് മുതൽ ഇന്നുവരെ ഒരു മനുഷ്യന്റെ കുരുടായി കണ്ണ് തുറന്നിട്ടില്ല. ഇവൻ യഥാർത്ഥത്തിൽ ദൈവമാണെന്ന് അല്ലെങ്കിൽ ഇവൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ അവനെ നേരിട്ട് കണ്ടിട്ടില്ല, യേശുവിനെ നേരിട്ട് കണ്ടിട്ടില്ല. ഉടനെ പരീക്ഷന്മാർ പറയുകയാണ്, അവർ അവനോട്, നീ മുഴുവനും പാപത്തിൽ പിറന്നവൻ, നീ ഞങ്ങളെ ഉപദേശിക്കുന്നുവോ? കുരുടനായ മനുഷ്യൻ, നീ മുഴുവൻ പാപത്തിൽ പിറന്നവനാണ്, നീ ഞങ്ങളെ ഉപദേശിക്കുക. കാരണം ഞങ്ങൾക്ക് മോശയുണ്ട്, മോശയുടെ പ്രമാണമുണ്ട്, ഞങ്ങളത് ഉറച്ചു നിൽക്കുന്നവർ. ഇന്നത്തെ പറഞ്ഞ ഞങ്ങൾക്ക് പാരമ്പര്യമുണ്ട്, ഞങ്ങൾ ആരാന്നറിയാമോ, ഞങ്ങൾ എന്താണെന്നറിയാമോ എന്നൊക്കെ പറയുന്ന പാരമ്പര്യത്തിൽ നിൽക്കുന്നവരോടൊക്കെ പറയട്ടെ, നിന്റെ കണ്ണ് കുരുടാ. ഇന്ന് നീ കുരുടായ അനുഭവത്തിലാണ് ജീവിക്കുന്നത്. നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. യേശുവിനെ ദൈവമാണെന്ന് നിനക്ക് തിരിച്ചറിയാൻ കഴിയണം.
നിന്റെ കുടുംബത്തിന്റെ ശാപം മാറുന്നുണ്ടോ? നിന്റെ കുടുംബത്തിന്റെ കണ്ണുനീര് മാറുന്നുണ്ടോ? കുടുംബത്തിന്റെ കഷ്ടത മാറുന്നുണ്ടോ? എവിടെല്ലാം നീ നേർച്ച കാഴ്ചകൾ നടത്തി, എവിടെല്ലാം നീ വഴിപാട് നടത്തി, ഏതെല്ലാം മലകൾ കയറിയിറങ്ങി, എന്തെല്ലാം ത്യാഗം നീ ചെയ്തു, എവിടെയെല്ലാം നിന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ചു, എന്നിട്ട് നിനക്ക് സമാധാനമുണ്ടോ സ്വഭാവി? ഇന്ന് നീ പാപത്തിൽ ജീവിക്കുകയല്ലേ? നിന്റെ കുടുംബത്തിന് തിരുളല്ലേ? ഒരു ദിവസമെങ്കിലും സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്നുണ്ടോ? സമാധാനത്തിന്റെ കുടുംബത്തിനകത്ത് നിനക്ക് വസിക്കാൻ കഴിയുന്നുണ്ടോ? സമാധാനത്തിനൊക്കെ ചിരിപ്പാൻ കഴിയുന്നുണ്ടോ? സമാധാനത്തിനൊക്കെ സ്നേഹിപ്പാൻ കഴിയുന്നുണ്ടോ? ഒന്നുമില്ലാതെ ഇന്നും നീ പിറവിയിലെ കുരുനായ മനുഷ്യനെ പോലെ നീ അന്ധതയിൽ ജീവിക്കുന്നവളാണ്. അതിൽ നീ പുറത്തു വരണം. മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. സകല ജനത്തെ സൗഖ്യമാക്കാൻ കഴിയുന്നവൻ, സകല ജനത്തിന് രക്ഷ കൊടുക്കുന്നവൻ, നിത്യജീവന്റെ ഉറവിടമായിരിക്കുന്ന സകല ജനത്തിന്റെ വീണ്ടെടുപ്പുകാരൻ, രക്ഷകനായിരിക്കുന്ന, സകല ജനത്തിനും മാനസാന്തരം നൽകുന്ന, സകല ജനത്തെ സ്നേഹിക്കുന്ന, സ്നേഹത്തിന് ഉറവിടമായിരിക്കുന്ന, നിത്യജീവനെ നൽകുന്ന, ദൈവരാജ്യത്തെ കൊണ്ടുപോകുന്ന, ദൈവരാജ്യത്തിന്റെ വഴിയും സത്യവും ജീവനുമായിരിക്കുന്ന യേശുക്രിസ്തുവിനെ നീ അറിയുമ്പോൾ ഹല്ലേലൂയ, നിന്റെ പാപാന്തകാര ജീവിതത്തിൽ നിനക്ക് മോചനം കിട്ടും. ഇല്ലെങ്കിൽ നീ എന്നും ഈ പുറവിലെ കുരുടനെ പോലെ നിന്റെ ഭവനത്തിനകത്ത് നീ ഇരുട്ട് തപ്പി നടക്കുമ്പോൾ നടക്കും. അങ്ങനെയുള്ള നിന്റെ കുടുംബം മദ്യം കൊണ്ടും മയക്കൊരു ലഹരി കൊണ്ടും ജഡികമായ വ്യഭിചാര വരസംഗത്താണ് നിന്റെ കുടുംബം തകരുന്നത്. എന്തുകൊണ്ടാണ്? നീ കുരുടനായതുകൊണ്ടാണ്. ആത്മീയ പ്രകാശം നിന്റെ ഉള്ളിൽ വരാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നീ പാപത്തിൽ ജീവിക്കുന്നത്. എന്നിട്ട് നീ ന്യായീകരിക്കുക, പരീശന്മാരെ പോലെ ന്യായീകരിക്കുക. അത് ദൈവം നിനക്ക് ന്യായവിധി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് പറഞ്ഞു, പരീശന്മാർ അവനോട് നിന്റെ കണ്ണ് തുറന്നത് എങ്ങനെ എന്ന് ചോദിച്ചു. അവൻ താൻ സുഖമായി വിവരം പറഞ്ഞു. നിന്റെ കണ്ണുകളെ അവൻ തുറന്നല്ലോ, നീ അവനെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. അവനൊരു പ്രവാചകൻ എന്ന് അവൻ പറഞ്ഞു. പിന്നീട് പരീശന്മാർ കാഴ്ച പ്രാപിച്ചു അമ്മയപ്പന്മാരെ വിളിച്ചു, കുരുടനായി ജനിച്ചു എന്ന് പറയുന്ന ഇവൻ നിങ്ങളുടെ മകനോ? ഇവൻ തന്നെയോ? എന്നാൽ ഇവൻ ഇപ്പോൾ കണ്ടു കാണുന്നത് എങ്ങനെ? അപ്പം കുരുടനായ മനുഷ്യൻ 2 പ്രാവശ്യം വിസ്തരിക്കുന്ന അവന്റെ അമ്മയപ്പന്മാരെ 1 പ്രാവശ്യം വിസ്തരിക്കുന്നു. അവിടെ ദൈവം ഒരു വിടുതൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇത്രമാത്രം ക്രൂശിക്കേണ്ട കാര്യമുണ്ടോ? അല്ലെങ്കിൽ ഇന്ന് പലരും വിടുതൽ പ്രാപിക്കാൻ വേണ്ടി രഹസ്യമായിട്ട് ദൈവത്തിനെ കടന്നു വരിക. കാരണം അവന്റെ വീട്ടുകാരെന്തോ പ്രമാണത്തിനകത്ത് ഉറച്ചു നിൽക്കുന്നവനാണ്. ഞങ്ങൾക്ക് മോശമുണ്ടെന്നാ പറയുന്നത്. ഹല്ലേലൂയ, രക്തജയം. അങ്ങനെയൊക്കെ ഞങ്ങളൊക്കെ ചിന്തിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഞങ്ങളുടെ കുടുംബം, കത്തോലിക്ക കുടുംബം, ഞങ്ങളുടെ വീട്ടിൽ വലിയ ബൈബിളൊക്കെ ഉണ്ട്. അതൊക്കെ വലിയ തട്ടിമേൽ വെച്ച് തിരിയൊക്കെ കത്തിച്ച് ഞങ്ങളെ കൊണ്ടൊന്നും തൊടിയിപ്പിക്കാതെ അത് എടുത്ത് വായിക്കുന്നത് അമ്മ മാത്രമാണ്. മറ്റൊരു തൊടിയിപ്പിക്കുന്നത്. കാരണം അത് വിശുദ്ധമായി എന്തോ പൂജാവസ്തു പോലെ അതിനെ പൂജിച്ചുകൊണ്ടിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ബൈബിളിനെ പൂജിക്കുന്നൊരു കാലഘട്ടം ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. അന്ന് ഞങ്ങളെല്ലാം പിറവിയിലെ കുരുടന്മാരെ പോലെ ഞങ്ങളുടെ അമ്മയപ്പന്മാരുടെ ചുറ്റിലിരിക്കുക. അവർ പറഞ്ഞു തരുന്ന കള്ളക്കഥകളെല്ലാം കൂടെ നിങ്ങൾ കേൾക്കും. അവർ പറഞ്ഞു തരുന്ന കള്ളക്കഥകളെല്ലാം കേട്ട് ഞങ്ങളും എന്തൊക്കെയോ അന്ധമായി വിശ്വസിച്ചു. പക്ഷേ ഞങ്ങൾ ഓരോ ദിവസവും വളരെ തോറും ഞങ്ങളെ പാപാത്ത കാര്യത്തിലേക്ക് പിശാചി നയിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. മദ്യത്തിനും മയക്കും ലഹരിക്കും അടിമപ്പെട്ട് ഈ ലോകത്തിന്റെ പാപസുഖങ്ങളിൽ ജീവിച്ചൊരു താന്തോന്നിയെപ്പോലെ ജീവിച്ചൊരു കാലഘട്ടം എനിക്കുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ഒരു താന്തോന്നിയെപ്പോലെ ജീവിച്ച എന്റെ ജീവിതത്തിനകത്തേക്കാണ് ലോകത്തിന്റെ വെളിച്ചമായിരിക്കും ക്രിസ്തു എന്റെ ഉള്ളിൽ വന്നപ്പോൾ, എന്റെ ആത്മീയമായി കുരുടായ ഹൃദയത്തിന്റെ കണ്ണുകളെ ദൈവം തുറന്നു കഴിഞ്ഞപ്പോൾ, ഹൃദയക്കണ്ണ് തുറന്നപ്പോൾ എന്റെ പുറത്തെ കണ്ണു തുറന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, എന്നെ വീണ്ടെടുക്കുന്നവൻ, എന്നെ രക്ഷിച്ചവൻ യേശു കർത്താവൻ സാക്ഷാത് ദൈവമാണ്. യേശു ക്രിസ്തു സാക്ഷാത് ദൈവമാണെന്ന് അറിയണമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം വായിച്ചാൽ മാത്രം മതി. ഇന്നും യേശുവിനെ ദൈവം അംഗീകരിക്കാൻ കഴിയാതെ അതിലെ വാദപ്രതിവാദമായി നടക്കുന്ന നിരീശ്വരവാദികളും യുക്തിവാദികളും ദൈവമില്ല എന്ന് പറഞ്ഞ മൂടന്മാർ പറയട്ടെ, ദൈവത്തിന്റെ ന്യായവിധി നിനക്ക് വരാൻ സമയമായി. എങ്കിലും നിനക്ക് മാനസാന്തരപ്പെടാൻ അവസരം തരുന്നുണ്ട്. മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നാൽ നീ ദൈവരാജ്യത്തിന്റെ അവകാശിയായി മാറും. നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരുന്നെങ്കിൽ നിന്റെ മരണാനന്തരം നിത്യമായ നരകത്തിലേക്ക് നീ പോകും. അവിടെ കിണാത്ത തീയും ചാകും. തേടാത്ത തീയും ചാകാത്ത പുഴുവും. അവിടെ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ ആർക്കും കഴിയത്തില്ല. നിന്നെ രക്ഷിപ്പാൻ ആർക്കും കഴിയത്തില്ല. മരിച്ചതിന് ശേഷമായി നിനക്ക് എന്തെല്ലാം ശേഷമായി ക്രിയകൾ ചെയ്താലും, നിനക്ക് വേണ്ടി എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്താലും, എന്തെല്ലാം പുണ്യപ്രവൃത്തി ചെയ്താലും, മരിച്ചുപോയി നിന്റെ ആത്മാവിനെ മോചിപ്പിക്കുവാൻ, ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുപോകാൻ, സ്വർഗത്തിലേക്ക് കൊണ്ട് ഈ ലോകത്തിൽ ആർക്കും കഴിയത്തില്ല, പ്രമാണത്തിനും കഴിയത്തില്ല. നീ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നീ പാപിയാണെന്ന് മനസ്സിലായിന് പാപാന്ത കാര്യത്തിൽ ജീവിക്കുന്ന നീ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചു വെളിച്ചം പ്രാപിച്ച് പിറവിയിലെ കുരുടൻ സ്വന്തമായി മാറി സ്വന്തമായി നീ യേശുവിനെ അനുഗമിക്കണം. ജീവനോടെ ഇരിക്കും നീ ചെയ്യേണ്ടതാണ്. മരിച്ചു കഴിഞ്ഞിട്ട് നിനക്ക് വേണ്ടി എന്ത് ശുശ്രൂഷ ചെയ്താലും അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. കുടം കമത്തി വെച്ച് വെള്ളം ഒഴിക്കുന്നത് പോലെ അതല്ല. ഹല്ലേലൂയ.
ഇനി മനുഷ്യൻ എന്തൊക്കെ പ്രമാണത്തിൽ വിശ്വസിക്കുന്നുണ്ട്, അത് ആരും കുറ്റമില്ല, അവർ പഠിച്ചു വന്നതാണ്. അല്ലേരിയ. അപ്പൊ ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കാണുന്നത്, കുരുടന് കാഴ്ച കൊടുത്തവൻ അല്ലെങ്കിൽ ശക്തി ഇല്ലാത്തവനാണ്. കുരുടന് കാഴ്ച കൊടുത്തവൻ ശക്തി ഇല്ലാത്തവനാണ്, അവൻ പാപിയാണെന്നൊക്കെ ഈ പരിശുദ്ധര് പറയുന്നത്. എന്നാൽ അവർക്കൊരു കാര്യം ചെയ്താൽ മതി, കുരുടന് കൊടുത്ത കാഴ്ചയെക്കുറിച്ച് ആനന്ദത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഈ കുരുടന് കാഴ്ച ലഭിച്ചവനായി പരീക്ഷന്മാരുടെ അരികെ ചെന്നപ്പോ, യൂതന്മാരുടെ അരികെ ചെന്നപ്പോൾ നിനക്ക് എങ്ങനെ കാഴ്ച ലഭിച്ചതിനെ ആരാണ് സൗഖ്യമാക്കിയത് എന്നവരുടെ ചോദ്യത്തിന് എന്നെ സൗഖ്യമാക്കിയ പ്രവാചകനാണ് എന്നവൻ പറഞ്ഞപ്പോൾ അവരെ കാണുവാനുള്ള തിടുക്കത്തോടെ അവന്റെ അരികിൽ വന്നിട്ട് ആ സൗഖ്യത്തിനകത്ത് സന്തോഷിക്കേണ്ട പരീക്ഷന്മാർ അവരെ കുറ്റം വിധിക്കുകയാണ്. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. അതുകൊണ്ടാണ് ഹല്ലേലൂയ കാഴ്ച പ്രാപിച്ചവൻ ആ മനുഷ്യനെ യഹൂദന്മാർ പുറത്ത് തള്ളി, ഹല്ലേലൂയ, ആമേൻ, കാഴ്ച പ്രാപിച്ച ആ മനുഷ്യനെ യഹൂദന്മാർ തള്ളി പുറത്ത് കളഞ്ഞു എന്ന് യേശു അറിഞ്ഞു. ആ അറിഞ്ഞ ഭാഗമാണ് നമ്മൾ വായിച്ച വചനം. ഏത് വചനമാണ്? ഹല്ലേലൂയ, യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ 35 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അവനെ പുറത്താക്കി എന്ന് യേശു കേട്ട് അവനെ കണ്ടപ്പോൾ നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുവോ എന്ന് ഈ പിറവിയിലെ കുരുടനായ മനുഷ്യനോട് യേശു ചോദിച്ചു. കാരണം യഹൂദന്മാരും പരീശന്മാരും അവനെ പുറത്താക്കി, പിന്നെ അവന് രക്ഷയില്ല. അവൻ സൗഖ്യം പ്രാപിച്ചത് കാരണം അത് നീ ദൈവത്തെ അറിഞ്ഞു കഴിയുമ്പോൾ ഹല്ലേലൂയ ലോകമേ നിന്നെ നിന്റെ സമുദായം പുറത്താക്കും. എന്റെ മൂത്ത പെങ്ങൾ വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ അവളെ അങ്ങ് പുറത്താക്കി. അവള് വിശ്വാസ പ്രമാണത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിന്നാലെ പോയി. ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ അവളെ പുറത്താക്കി. അത് കഴിഞ്ഞ് വിശ്വാസത്തിലേക്ക് ഞാൻ വന്നു. പുറത്താക്കാൻ കൂടി നിന്ന ഞാൻ വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എന്നെ ലോകം പുറത്താക്കി. അവൻ ജീവിക്കാൻ വേണ്ടി പോയതാണ്. അത് കഴിഞ്ഞ് എന്റെ മാതാപിതാക്കളെല്ലാം വിശ്വാസത്തിൽ സഹോദരങ്ങൾ വന്നപ്പോൾ പറഞ്ഞു, ഇനി ഇവർ മരിച്ചാൽ ആരടക്കും? പട്ടിയെ കുഴിച്ചിരുന്ന പോലെ കൊണ്ട് കുഴിച്ചിടുമെന്ന് എന്റെ നാട്ടുകാർ, എന്റെ സമുദായക്കാർ പറഞ്ഞു. എല്ലാവരും എന്നെ കേൾക്കുന്ന പ്രിയ മാതാപിതാവ്, ഞങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ അറിഞ്ഞതിന്റെ പേരിൽ ലോകം ഞങ്ങളെ പുറത്താക്കിയെങ്കിലും, ലോകം ഞങ്ങളെ വിധിച്ചെങ്കിലും, ലോകം ഞങ്ങളെ വിസ്തരിച്ചെങ്കിലും എന്റെ മാതാപിതാക്കന്മാരെയൊന്നും പട്ടിയെ കുഴിച്ചിരുന്ന പോലെ കുഴിച്ചിട്ടിട്ട് വന്നെല്ലാം വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ വിശുദ്ധന്മാർ ഉറങ്ങുന്ന കല്ലറയിൽ എന്റെ അപ്പനെ അമ്മയെ അടക്കം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഞങ്ങളെ നിന്ദിച്ചവരും പരിഹസിച്ചവരും ഒക്കെ എന്ത് ചെയ്തു? ആമെ പാപികളായി മരിച്ചവരുടെ കൂട്ടത്തിൽ അടക്കം ചെയ്ത് അവിടെ കിടപ്പുണ്ട്. ഞങ്ങളൊക്കെ യേശുവിനെ അറിഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ഈ സന്തോഷിക്കുന്നത്. ഞങ്ങൾ യേശുവിനെ അറിഞ്ഞതുകൊണ്ടും ഞങ്ങളുടെ ആത്മീയത മാറിയതുകൊണ്ടും ഞങ്ങളുടെ കുരുടായ അനുഭവത്തെ മാറിയതുകൊണ്ടും ഞങ്ങൾ സന്തോഷത്തോടെ ഈ ദൈവവചനം പ്രസംഗിക്കും. എത്ര കാലം? മരണം വരെ. നമ്മൾ ഈ വിവാഹ ജീവിത ഉഭയസമ്മത ഉടമ്പടിയൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ ആമയും വിവാഹ ശുശ്രൂഷ ചെയ്യുന്ന ആ ശുശ്രൂഷൻ പറയും, മരണത്താലല്ലാതെ വേർപിരിയുന്നതിന് വരെ നിങ്ങൾ മരണം നിങ്ങളെ വേർപിരിക്കണം വരെ നിങ്ങൾ ചേർന്നിരിക്കണമെന്ന്. അങ്ങനെ ഉപദേശം എന്ത് പറഞ്ഞു? ഞങ്ങളുടെ ശുശ്രൂഷ എങ്ങനെയാ? മരണം ഞങ്ങളെ ഭൂമിയിൽ നിന്ന് വേർതിരിക്കുന്നവരെ ഞങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾ മരിച്ചു കഴിയുമ്പോൾ ഞങ്ങൾക്ക് പകരം വേറെ ആളുടെ എഴുതിക്കും, എന്നാലും നിൽക്കത്തില്ല. അത് മരണം വരെ ഞങ്ങൾ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കും. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കർത്താവിന്റെ ദാസ മുക്കിലും മൂലയിൽ നിന്ന് സുവിശേഷം പറയുന്നത് കാണത്തില്ലേ? അങ്ങനെ യേശുക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചു പറയുമ്പോൾ, സുവിശേഷം വിളിച്ചു പറയുമ്പോൾ, ആത്മീയ അന്ധത പിടിച്ച പിറവിയിലെ കുരുടനെ പോലെ ആയിരിക്കുന്ന അനവധി യഹൂദന്മാരെ പരീശന്മാരെ പോലെ അന്ധബുദ്ധികളായിരിക്കുന്ന അനവധി ആളുകൾ കയ്യും ചുരുട്ടി തലയിലും കെട്ടി വീശം ചുരുട്ടി മുണ്ടൊക്കെ മടക്കി കുത്തി വന്നിട്ട് നിങ്ങളിവിടെ പൊക്കോണം, നിങ്ങളിവിടെ കണ്ടുപോകരുത്, ഞങ്ങൾ മാത്രം മതി എന്നൊക്കെ പറയുന്ന ആത്മീയത പിടിച്ച പിറവിയിലെ കുരുടന്മാർ. ഞങ്ങളുടെ സഹോദരങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ പൊന്നാനി പോയി സുവിശേഷം അറിയിച്ചപ്പോൾ ആമിച്ചലി യൗവനക്കാരും ഞങ്ങൾ മാത്രം മതി, ഇവിടെ വേറെ ആരും വേണ്ട, നിങ്ങളുടെ ആൾക്കാരിലേക്ക് പോകൂ എന്ന് പറഞ്ഞ ചില ആത്മീയത പിടിച്ച പിറവിയിലെ കുരുടന്മാർ പൊന്നാനി മാത്രമല്ല കേട്ടോ, കേരളത്തിൽ എല്ലായിടത്തും പരസ്യം, നാളെ ആലപ്പുഴയിലും പാലക്കാടും ഒക്കെ ഇങ്ങനെയുള്ള കരാളന്മാർ, കിരാതന്മാർ എഴുന്നേക്കുന്നത് കേട്ടോ. എൻ്റെ ഏരിയ എന്നെ കേൾക്കാൻ പറയുമ്പോൾ ഞങ്ങൾക്ക് ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു വരാം, സുവിശേഷത്തിൽ നിന്ന് വരാം. പക്ഷേ ആത്മീയാന്തത ഞങ്ങൾക്ക് ഉണ്ടായിരുന്നപ്പോൾ, ഞങ്ങളുടെ കണ്ണ് കുരുടായിരുന്നപ്പോൾ ഞങ്ങൾ വിളിച്ചു പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് ആത്മീയ വിളിച്ച് കിട്ടിക്കഴിഞ്ഞ് ലോകത്തിന്റെ വെളിച്ചമായി യേശു ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു, യേശു മാത്രം കർത്താവ്, യേശു മാത്രം ഞങ്ങളുടെ രക്ഷകൻ, യേശു മാത്രം നിത്യജീവൻ നൽകുന്നവൻ, യേശു മാത്രം പാപവിമോചനം, യേശു മാത്രം നമുക്ക് വഴി സത്യം ജീവൻ, അവൻ മുഖാന്തരം മാത്രമേ ദൈവരാജ്യം ചെല്ലാൻ കഴിയുള്ളൂ ഞങ്ങൾ ഇന്ന് ഉറക്കെ വിളിച്ചു പറയാം. കാരണം ഞങ്ങളുടെ കുരുടായ കണ്ണുകളെ യേശു തുറന്നത്. ലോകമുണ്ടായത് മുതൽ ഇന്ന് വരെ കുരുടനായ ഒരു മനുഷ്യന്റെ കണ്ണ് തുറന്നത് യേശുക്രിസ്തു അല്ലാതെ മറ്റാരും തുറന്നിട്ടില്ല. മറ്റൊരു പ്രമാണങ്ങൾക്കും തുറക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു മത നേതാക്കന്മാർക്കും തുറക്കാൻ കഴിഞ്ഞിട്ടില്ല.
എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളുടെ അഭിഷക്തന്മാർ പ്രാർത്ഥിച്ചപ്പോൾ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ, ദൈവദാസിദാസന്മാർ ആത്മാവിന്റെ അഭിഷേകത്തോടെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പലരും സൗഖ്യം പ്രാപിക്കുന്നു. അപ്പോൾ മറ്റുള്ളവർ പറയും, ഇതെങ്ങനെ സംഭവിക്കുന്നു? ഹല്ലേലൂയ. നീ ദൈവത്തിലേക്ക് വാ, നിന്റെ കുടുംബത്തിന്റെ ഇരുളമായ ദൈവം മാറ്റി തരും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നീ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് അവൻ ചോദിച്ചു. അവൻ യജമാനെ അവൻ ആരാകുന്നു, ഞാൻ അവനിൽ വിശ്വസിക്കാം എന്ന് ഉത്തരം പറഞ്ഞു. യേശുവിനോട്, നീ അവനെ കണ്ടിട്ടുണ്ട്, നിന്നോട് സംസാരിക്കുന്നതിനെ. ഉടനെ അവൻ കർത്താവി ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. യേശു പറഞ്ഞു, നീ അവനെ കണ്ടിട്ടുണ്ട്, നിന്നോട് സംസാരിക്കുന്ന അവൻ തന്നെയാ. അവൻ നോക്കിയപ്പോൾ അവന്റെ മുമ്പിൽ നിൽക്കുന്നത് യേശു. അവൻ വീണ് അവനെ നമസ്കരിച്ചു. ഹല്ലേലൂയ. എന്നിട്ട് യേശുവിനെ കാണാത്തവർ കാണുവാനും കാണുന്നവർ കുരുടന്മാരാകുവാനും ഇങ്ങനെ ന്യായവിധിക്കായി ഞാൻ ഈ ലോകത്തിൽ വന്നു എന്ന് യേശു പറഞ്ഞു. യേശു പറയാം, കാണാത്തവർ അല്ലെ കാണാനും, കാണുന്നവർ കുരുടന്മാരായിരിക്കും. അപ്പം കാണാത്തവനായിരുന്ന പിറവിയിലെ കുരുടൻ സൗഖ്യവും വിസ്താരത്തിന് വേണ്ടിയിരുന്ന പരീശന്മാർ കുരുടന്മാരായി തീരുവാനുള്ള ന്യായവിധിക്കായി യേശു വന്നു എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ എന്ന് പറയും. അവരോട് കൂടെയുള്ള ചില പരീശന്മാർ ഇത് കേട്ടിട്ട്, ഞങ്ങളും കുരുടന്മാരും എന്ന് ചോദിച്ചു. അപ്പൊ ഇത് പറഞ്ഞ പരീശന്മാർ, ഞങ്ങളും കുരുടന്മാരാണോ എന്ന് ചോദിച്ചു. ഹല്ലേലൂയ. യേശു അവരോട്, നിങ്ങൾ കുരുടനായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് പാപമില്ലായിരുന്നു. യേശു, നിങ്ങൾ കുരുടരായി നിങ്ങൾക്ക് പാപം, പക്ഷെ നിങ്ങളുടെ കണ്ണ് തുറന്നിരിക്കുക. നിങ്ങളുടെ കണ്ണ് തുറന്നിരുന്നിട്ടും സത്യം നടന്നിട്ടും ഈ മനുഷ്യൻ സൗഖ്യമായിട്ട് നിങ്ങൾക്കത് വിശ്വസിക്കാൻ കഴിയാത്തത് കൊണ്ട് നിങ്ങൾ പാപികൾ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവ്, ഈ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഞങ്ങൾ സുവിശേഷം വിളിച്ചു കൊണ്ടും വചനം വിളിച്ചു കൊണ്ട് അത് കേൾക്കാൻ കഴിയാതെ, വിശ്വസിക്കാൻ കഴിയാതെ ഇന്ന് നീ പാപത്ത് ജീവിക്കുകയാണോ? വലിയ ഭക്തിയുടെ വേഷഭൂഷാദികളൊക്കെ അണിഞ്ഞു, ഭക്തിയുടെ വേഷം ധരിച്ച് ആട്ടുംതോലണിഞ്ഞ ചെമ്മായെ പോലെ നീ ഇവിടെ ജീവിക്കരുത്. നീ കർത്താവിന് വേണ്ടി നിൽക്കണം. മാനസാന്തരം മടങ്ങുക. ഞാൻ മുമ്പ് ആവർത്തിച്ച് നിന്റെ കുടുംബം ഇള്ളിനകത്തല്ലേ, ആത്മഹത്യക്ക് വേണ്ടി നീ ഒരുങ്ങിയിരിക്കുകയല്ലേ, കടക്കണിയുടെ പുറത്ത് മരിച്ചാൽ മതി പറഞ്ഞിരിക്കുകയല്ലേ, മാരകമായ രോഗത്താൽ നീ കിടക്കുകയും എഴുന്നേക്കാതെ കിടക്കുകയല്ലേ, വലിയ സർജറിക്ക് വേണ്ടി നീ വിധേയപ്പെട്ടിരിക്കുകയല്ലേ. വിവിധ സർജറികളുടെ നിനക്ക് പ്രതീക്ഷയില്ലല്ലോ. നിന്റെ ശരീരമാസകളിൽ ശിരസ്സുട്ട് ഉള്ളംകാലം വരെ എല്ലാ നാട്ടി നരമ്പുകളും ജോയിന്റുകളും എല്ലാ രക്തധമനികളിലും എല്ലാ പേശികളും വരിഞ്ഞു മുറുക്കുന്ന അനുഭവത്തോടെ കടന്നുപോലെ വേദന. ക്യാൻസർ നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുകയല്ലേ, മറ്റു വിവിധമായ മാരക രോഗങ്ങളെ അങ്കീനമല്ലേ. എന്തുകൊണ്ടാണ് നിന്നെ ഇതൊക്കെ വിട്ടുമാറാതെ നിന്റെ കുടുംബത്തിനകത്ത് രോഗബന്ധനം നിൽക്കുന്നത്? ഇന്ന് നീ പരീശന്മാരെ പോലെ യേശുവിനെ അറിയാതെ ദൈവത്തിന്റെ വചനത്തിന് വിരോധമായി സംസാരിക്കുമ്പോൾ, നിങ്ങൾ കണ്ണ് തുറന്നിരുന്നിട്ടും ദൈവിക പ്രവൃത്തി കണ്ടിട്ട് നിങ്ങൾ വിശ്വസിക്കാതിരിക്കുമ്പോൾ, കണ്ണ് തുറന്നിരിക്കുന്ന നിങ്ങൾക്ക് ന്യായവിധിയിലായിരിക്കും കടന്നു വരും. മാനസാന്തരം മുടങ്ങി വരാൻ എന്റെ കുടുംബത്തിനകത്ത് വെളിച്ചം വീശുവെന്ന്. ഹല്ലേലൂയ. അപ്പം യഹൂദന്മാർ അവനെ ദൈവാലയത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ദൈവാലയത്തിന്റെ കർത്താവായ യേശു അവരെ സന്ദർശിക്കുന്നു. യഹൂദന്മാർക്ക് വേണ്ടാത്തവനെയും യേശുവിന് വേണം. യഹൂദന്മാർക്കും പരീശന്മാർക്കും വേണ്ടാത്തവനായിരിക്കുന്ന പിറവിയിലെ കുരുടനെ യേശുവിന് വേണം. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, ആർക്കും നിന്നെ വേണ്ടെങ്കിലും, ഈ ലോകത്തിന് നിന്നെ വേണ്ട, മാതാപിതാക്കൾക്ക് എന്നെ വേണ്ട, ബന്ധുക്കൾക്ക് വേണ്ട, സഹോദരങ്ങൾക്ക് വേണ്ട, ആർക്കും വേണ്ടെങ്കിലും യേശുവിന് എന്നെ വേണം. നമ്മുടെ ജന്മന വൈകല്യമുള്ള അനവധി കുഞ്ഞുങ്ങളെ മാതാപിതാക്കന്മാർക്ക് വേണ്ടാതെ ആശുപത്രിക്ക് ഉപേക്ഷിച്ചിട്ടില്ലേ? വിവിധമായ രോഗങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ അവരെ കൊണ്ട് ആശുപത്രി ഉപേക്ഷിച്ചിട്ടില്ലേ? അമ്മയപ്പന്മാർ ഒന്നിച്ച് മക്കളോട് ഒരു തീർത്ഥാടനത്തിന് പോയിട്ട് തീർത്ഥാടന കേന്ദ്രത്തിൽ ചെന്ന് മക്കൾ തീർത്ഥാടനം കഴിഞ്ഞ അമ്മയപ്പന്മാരെ ആ തീർത്ഥാടന സ്ഥലത്ത് ഉപേക്ഷിച്ചിട്ട് പോയിട്ടില്ലേ? ഹല്ലേലൂയ. രോഗിയായി മാറിയപ്പോൾ, ഭാരമായി മാറിയപ്പോൾ, മാനസികമായി തെറ്റിക്കഴിഞ്ഞപ്പോൾ, മാതാപിതാക്കൾ പ്രായമായി കഴിഞ്ഞപ്പോൾ നിങ്ങളെ പുറത്താക്കി കളഞ്ഞിട്ടില്ലേ? അതെ, നിങ്ങളെ ആർക്കും വേണമെങ്കിൽ യേശുവിന് നിങ്ങളെ വേണം കേട്ടോ. യഹൂദന്മാർക്ക് വേണ്ടാത്ത പിറവിയിലെ കുരുടൻ യേശുവിന് വേണമെന്ന് പറഞ്ഞതുപോലെ എന്നെ കേൾക്കുന്ന മാതാപിതാ, നിന്റെ യേശുവിന് വേണം. നിന്റെ കുറവുകളെ കണ്ട് നിന്നെ സ്നേഹിക്കുന്നവൻ യേശു. നീ എത്ര വലിയ കുറവിന്റെ നിലവിലായിരുന്നാൽ യേശുവിനെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ പിറവിയിലെ കുരുടനെ യേശുവിന് വേണം. യേശു നിമിത്തം കഷ്ടം അനുഭവിക്കേണ്ടി വന്നാൽ യേശു അവനെ ആശ്വസിപ്പിക്കും. ഹല്ലേലൂയ. ശബരിക്കാരിക്ക് വെളിപ്പെട്ടതുപോലെ ഇവിടെയും കുരുടൻ വെളിപ്പെടുക. കുരുടനായ മനുഷ്യൻ ആദ്യ യേശുവിനെ മനുഷ്യൻ എന്നാ പറയുന്നത്, രണ്ടാമത് പ്രവാചകൻ എന്ന് പറഞ്ഞു, മൂന്നാമത് ദൈവപുത്രൻ എന്ന് പറഞ്ഞു. തത്സമയം വലിയ അതേസമയം 3 കണ്ണുണ്ട്. ഒന്ന് വലിയ ഭാവിക്കുന്ന പരീശൻ അല്ലേയ. അതെ, വിവിധ നിലകളിലാ അല്ലേയ സ്തോത്രം. ഇവിടെ എന്താണ് പറയുന്നത്? കുരുടൻ പറയുന്നത് യേശുവിനെ, മനുഷ്യൻ പറയുന്നത് അല്ലേയ. ആദ്യ മനുഷ്യൻ യേശുവിനെ, മനുഷ്യൻ 9:15 കാണാം. രണ്ടാമത് പറയുന്നത് പ്രവാചകൻ 9:17 കാണാം. മൂന്നാമത് ദൈവോത്തരൻ എന്ന് പറഞ്ഞു 35-36 വാക്യത്തിൽ. അല്ലേ? ഇത് കണ്ടിട്ട് മനസ്സിലാകാത്ത പരീശന്മാർ,
അതെ, ഇന്ന് എന്നെ കേൾക്കുന്ന മാതാപിതാ, യേശുവിനെ നീ കണ്ടിട്ട് കാണാതിരിക്കുകയാണ്. യേശുവിനെ കണ്ടിട്ട് നിനക്ക് മനസ്സിലാകുന്നെങ്കിൽ വേദപുസ്തകത്തിലുടനീളം പറയുന്ന അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നിന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടും ഇന്ന് നീ യേശുവിനെ വിശ്വസിക്കുന്നെങ്കിൽ നീ പിറവിയിലെ മനുഷ്യനെ പോലെ കുരുടായവളാണ്. മാനസാന്തരം മുടങ്ങിയവ ജീവിതം ദൈവം പ്രകാശത്തിലേക്ക് കൊണ്ടുവരും. എന്റെ കുടുംബത്തിനകത്ത് ലോകത്തിന്റെ വെളിച്ചമായി ക്രിസ്തു പ്രകാശിക്കട്ടെ. ഹല്ലേലൂയ. രക്തജയം. പാപത്താൽ നിറയപ്പെട്ട് കിടക്കുന്ന ജീവിതമേ എന്ന് പറഞ്ഞ് മടങ്ങിവ ഞങ്ങൾക്ക് ഇവിടെ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. പിറവിയിലെ കുറിച്ച് അത്ഭുതങ്ങൾ ചെയ്തവൻ നിങ്ങളുടെ ജീവിതത്തിനും അത്ഭുതങ്ങൾ ചെയ്യും. അവൻ സർവശക്തനായ ദൈവമാണ്. അവൻ പാപം ക്ഷമിച്ചു നൽകുന്നവനാണ്. ഹല്ലേലൂയ. അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവനാണ്. അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നവനല്ല. അവനെല്ലാം നാം ജീവിക്കുകയും ജനിക്കുകയും ചെയ്യുന്നതെന്ന് അപ്പോസ്തലർ 17:27 കാണാൻ കഴിയും. അതെ, നിങ്ങൾ ദൈവത്തെങ്കിലും വരാമോ? ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. ഏതെങ്കിലും ജീവിത സാഹചര്യങ്ങളിൽ നിങ്ങൾ തകർന്നിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, മരണമാണ് മുമ്പിൽ, അവൻ ജീവിതം നിരാശയാണ്, കുടുംബജീവിതം തകർന്ന് കടക്കണിയനാണോ, പാപഭാരത്തം നിറയപ്പെട്ട് തല ഉയർത്താൻ കഴിയാതെ തലമുറയെ കൊണ്ട് മദ്യവും കൊണ്ട് മയക്കും ലഹരികളും നാം നിന്റെ കുടുംബജീവിതം ആമേൻ അലിയ ജീവിക്കുന്ന വ്യക്തിയാണോ? ഏതെങ്കിലും പാപസ്വഭാവം അടിമയാണോ? ഇന്ന് പകൽ യേശുവിനെ വിടുവിക്കാൻ ആഗ്രഹിക്കുന്നു. ആത്മീയ വെളിച്ചം നിനക്ക് വീശുവാൻ ആഗ്രഹിക്കുന്നു. എന്നോടൊപ്പം പ്രാർത്ഥിക്കുക. യേശുവേ, അങ്ങന്റെ കുടുംബത്തിലേക്ക് വന്നാൽ പിറവിലെ മനുഷ്യ കുരുടനായ മനുഷ്യൻ സൗഖ്യമാക്കിയതുപോലെ എന്റെ കുടുംബത്തെയും വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന് നീ പറയുകയാണെങ്കിൽ യേശുവിനെ സൗഖ്യമാക്കും. കണ്ണോടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സൗഖ്യ പിതാവേ, ഈ വചനം കേട്ടുകൊണ്ട് കേരളത്തിൽ ലോക രാജ്യം 800 കോടി ജനത്തിനായി തലമുറ കണ്ടെത്തിപ്പെടാത്തവർ ഓർത്ത് പ്രാർത്ഥിക്കും. വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ലോക്കൽ, ജില്ലാ സംസ്ഥാന രാജ്യങ്ങൾക്ക് രാജകുമാർ പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാളം, ഏക ഗോത്രങ്ങൾ, ദ്വീപുകളെ, ആദിവാസികൾ, ട്രൈബൽ മേഖലയായി സകല ജനത്തെയും കരസേന, വ്യോമസേന, നാവികസേനത്തെ, അതിർത്തികളും BSCR ക്രമസമാധാന പാലെ നീ മറമാണ് ഇടക്കുന്നവർക്ക് അവയെ രഹസ്യ വിഭാഗങ്ങളെ കർത്താവിനോട് പോലീസിന്റെ സെക്ഷനുകൾ, ജുഡീഷ്യൽ വിഭാഗങ്ങൾക്കായി കർത്താവ് സ്തോത്രങ്ങളുടെ കർത്താവ് STC പോലീസുകൾ ഫയർഫോഴ്സ് രംഗത്തിനുള്ള പ്രാർത്ഥിക്കുന്ന കർത്താവ് സകലം പൊതുവെ ആരോഗ്യ, സാമ്പത്തിക, ബാങ്ക് മേഖലയിലെ സകല ഇനത്തെയും എല്ലാ മേലാളന്മാരെ, മേലധ്യക്ഷന്മാരെ, എല്ലാ സമുദായ ശക്തികളെയും, എല്ലാ കർത്താവ് ചരിത്രമാകിയ മീഡിയ രംഗം, സയന്റിസ്റ്റ്, എഞ്ചിനീയർമാർ, എല്ലാ ഭരണദൃഷ്ട പാർട്ടികളെയും ഞങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിക്കുകയാണ്. ലേറിയ മദ്യത്തിനുമായി മനസ്സിലേക്ക് അടിപ്പെട്ട് കിടക്കും ഓരോ വാസി തീരേശ്വാസം മനുഷ്യൻ ആഴക്കടൽ കടന്ന് കരികൾ, കമ്പനിയും ഫാക്ടറിയും ജോലി ചെയ്യുന്നവർ, വിദേശ രാജ്യങ്ങൾ കടന്ന് കഷ്ടസഹം നൊമ്പരപ്പെടുന്നത്, ഭാരം വലിക്കുന്നവർ, മരണായത് കഷ്ടം സഹിക്കുന്നവർ, വിസ നഷ്ടപ്പെട്ട പാസ്പോർട്ട് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവർ, തടവറയിൽ കിടക്കുന്നവർ, വലിയ സ്തോത്രം, വിദേശ പീഡ അനുഭവിക്കുന്നവർ, വിവിധ കഷ്ടത്തിൽ കടന്നു പോകുന്നവരെയൊക്കെ ഓർത്തുമ്പോൾ തടവറയിൽ കിടക്കുന്നവരെ അല്ലെങ്കിൽ ലഹരിക്കടികളായിരിക്കും എല്ലാം പിടിവിക്കണമേ. അല്ലെങ്കിൽ കർത്താവ് കൻഷനെ മെക്കാനും മോട്ടോർ യൂണിയൻ രംഗത്ത് പാടത്തും പറമ്പിലും കല്ലിലും മണ്ണിലും കോഴിയിലും തടിയോടും മല്ലടിക്കുന്നവർ, ടാക്സിയോട് ഡ്രൈവേഴ്സും സകല ജനത്തെയും അല്ലെങ്കിൽ കാർഷികമേലും കാർഷികമേലും കർത്താവ് വ്യവസായ മേഖലയിലും ആയിരിക്കുന്നവർക്ക്, ക്ഷീര മേഖലയായിരിക്കുന്നവരെ എല്ലാ വഴിയുടെ കച്ചവടക്കാരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സകലജനത്തെ മനസ്സാകുമ്പോൾ കർത്താവ് ശേഷുദ്ധന്മാരും കൗമാരി ഇവരെതിരെ തടവറയിലായിരിക്കുന്ന സകല ജനത്തെയും ആത്മീയമായി കുരുടായി കിടക്കുന്ന സകലരും പാപത്തിലും ശാപത്തിലും ബന്ധനത്തിലും അകപ്പെട്ട് മാരകമായ രോഗങ്ങളെ ഭാരപ്പെടുന്നവർ, ഭവനമില്ലാത്ത തലമുറയില്ലാതെ കുടുംബജീവിതത്തിന്റെ ഭിന്നമായി മദ്യത്തിന് അടിപ്പെട്ട് ലഹരിക്ക് അടിപ്പെട്ട് തകർന്നു കിടക്കുന്ന കുടുംബങ്ങൾ കർത്താവ് ഈ സ്വതം വീതമായി ജനത്തെ വിടുവിക്കണമേ. താമി സാത്താന്യ ബന്ധനത്താൽ പാപശാപ പാരമ്പര്യബന്ധത്തിൽ അകപ്പെട്ട് കിടക്കുന്ന സകല ജനത്തിനും വിദ്യുതലിതകൾ കർത്താവ് കൽപ്പിക്കണമേ. സകല മുഖത്ത് കൊടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.